സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റ് ഗ്രൂപ്പിൽ. ആം, ദൈവവചനമായി വരാൻ ദൈവം ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. സൂസൻ ആന്റിക്കും ബാക്കി ഇവിടെ ദൈവ സ്നേഹത്തിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ ആന്റിമാർക്കും സിസ്റ്റർമാർക്കും വേഗം വരുന്ന ക്രിസ്തേശു നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ വചന ചിന്തയ്ക്കായി നമുക്ക് എക്സോഡസ് 14, 13 ആൻഡ് 14 ഇത് മലയാളത്തിൽ വായിച്ച് എന്നെ ഒന്ന് സഹായിക്കാമോ ആരെങ്കിലും? എക്സോഡസ് 14, 13 ആൻഡ് 14. അതിന് മോശ ജനത്തോടെ, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. താങ്ക് യു ആന്റി. ഇവിടെ എക്സോഡസ് 14, 13, 14 ആണ് നമ്മൾ വായിച്ചത്. മോശ ഇസ്രായേൽ മക്കളോട് പറയുന്നു, ഭയപ്പെടേണ്ട. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. Heavenly gracious loving Father, we thank you, Lord, for this precious time that you have given in each one of our life to come together in your precious presence, to witness the worship that has been held now. God, thank you for giving this word unto us. Speak to us, O Lord of Father. We submit ourselves unto thy hand. Every word coming out of my mouth before your glory, and let that be a blessing for everyone sitting over here, O Lord Jesus. In your presence, we surrender ourselves. Thank you for your presence, Lord. In your name we ask. Amen. Thank you. നമ്മളിവിടെ വായിച്ചത് എക്സഡസ് ഒരു ഈ ഈ ഈ സാഹചര്യത്തിനെ കുറിച്ച് നമ്മൾ എല്ലാവരും അറിയാവുന്നതാണ്. നമുക്ക് ഭയം, ദുഃഖം, കഷ്ടത ഒക്കെ വരുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിരിക്കുന്നു. ഞാൻ കുഞ്ഞുനാൾ തൊട്ട് പ്രസംഗങ്ങൾ കേൾക്കുന്നതാണ് ഇതിനെക്കുറിച്ച്. എനിക്കൊരു വലിയ ഇഷ്ടപ്പെട്ട പണ്ട് എനിക്ക് കുഞ്ഞിലെ ഓർമ്മയുണ്ട്, ഒരു പാസ്റ്ററങ്കിള് പ്രസംഗിക്കുമ്പോൾ ഇത് ഫുൾ ആ സ്ഥലത്തിനെ കുറിച്ച് വിശദീകരിച്ച് അത് പാസ്റ്ററങ്കിൾ പറയുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഇമാജിൻ ചെയ്യാറുണ്ടായിരുന്നു അതെങ്ങനെയാണ് ആ മൗണ്ടെയ്ൻസും അങ്ങനെ വിശദീകരിച്ചൊരു പാസ്റ്ററങ്കിൾ ഉണ്ടായിരുന്നു പ്രസംഗിക്കുന്നത്. അത് കേട്ട് കേട്ട് എനിക്കിത് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടെ. എന്നാ ഭയവും ഭീതിയും വരുത്തുന്ന ഒരു വചനമാണെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട വചനവുമാണ്. ഞാൻ ഇത് എടുക്കാനുള്ള ഒരു ചെറിയൊരു കാരണമുണ്ട്. എൻ്റെ മോള് ഡെബുറ 3 years ആയി. ഒരു 2-3 മാസം കൊണ്ട് കുഞ്ഞ് ചെറിയതായിട്ടുള്ള പേടി കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര പേടിയായി ഇപ്പൊ ആക്ക്. ഒരു മുറിയിൽ പോകാനും തന്നെ ഇരിക്കാനും ഒക്കെ ഭയങ്കര പേടിയാണ്. ആ കാര്യത്തിൽ അനുബന്ധിച്ച് തന്നെയാണ് ഞാൻ ഈ വചനം എടുത്ത് വായിക്കാൻ തുടങ്ങിയതും. പിന്നെ സൂസനാൻറ്റി എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അന്നേരം എൻ്റെ മനസ്സിൽ വന്ന് ഞാൻ ഈ വചനം തന്നെ ഇവിടെ എടുക്കാമെന്നുള്ളത്. നമ്മൾ അന്നേരം ഈ വചനം വായിക്കുമ്പോൾ ഇതൊരു പ്രത്യേക സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ 400 സംവത്സരം മിസ്രൈമിൽ ദാസരായി ഇരുന്നിട്ട് അവിടുന്ന് ദൈവത്തിന്റെ വീര്യപ്രവൃത്തിയും വലിയ കരം കൊണ്ട് ദൈവം അവരെ രക്ഷപ്പെടുത്തി അവരെ മിസ്രൈമിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്ന് അവര് നടന്ന് യാത്ര ചെയ്ത് ഇപ്പം ഇതാ അവര് നിൽക്കുന്നു ഈ ചെങ്കടലിന്റെ മുന്നിൽ. ചെങ്കടൽ എന്ന് പറയുമ്പോൾ ദൂരെ വരെയും ഒരു തീരം കാണാൻ പറ്റാത്ത ഒരു വലിയൊരു സമുദ്രം. അതിൽ നിന്നൊരു രക്ഷയില്ല അവർക്ക്. തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ എന്തുണ്ട്? മിസ്രൈമിന്റെ ഫറവോന്റെ സൈന്യത്തെക്കുറിച്ച്, അതിന്റെ ആ ഗാംഭീര്യതയെക്കുറിച്ച് അറിയിക്കാൻ വേണ്ടി ഈ 14th ചാപ്റ്ററിൽ ഫുൾ അതിനെക്കുറിച്ച് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതിന്റെ ആ ഭയഭീതി ഒന്ന് കൂട്ടാൻ തന്നെ, എന്ന് വെച്ചാൽ എന്തോ ആയിരുന്നവര്, എത്ര പേരുണ്ടായിരുന്നു, എത്ര കുതിരകളുണ്ടായിരുന്നു, ഇതെല്ലാം വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഈ ബൈബിൾ പണ്ഡിതന്മാര് പറയുന്നുണ്ട് അവരുടെ ആ നമ്പർ നോക്കുവാണെങ്കിൽ ഈസ്റ്റ് തൊട്ട് വെസ്റ്റ് വരെ അത് കവർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ മുന്നൽ ചെങ്കടൽ, പുറകിൽ ഫറവോന്റെ സൈന്യം, പുറകിൽ തന്നെയല്ല ഇവരുടെ ഈസ്റ്റ് തൊട്ട് വെസ്റ്റ് വരെയും കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവര് 4 വശത്തൂടെയും ട്രാപ്ഡ് ആണ്. ഇതൊരു ഭയങ്കര ഭയവും ഭീതിയും വരുത്തുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇങ്ങനത്തെ വലിയൊരു ചെങ്കടലിന്റെ മുന്നേ പോയി നമ്മൾ നിൽക്കുകയും പുറകിൽ വലിയൊരു സൈന്യം വരുന്നതായിട്ടുള്ള ഒരു ഭാവനയിലൊന്നും നമ്മൾ കൊണ്ടുവരാൻ പറ്റത്തില്ല. നമ്മൾ ചിലപ്പം
അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വന്നെന്നിരിക്കയില്ല നമ്മുടെ ജീവിത അനുഭവത്തിനകത്തിൽ. എന്നാൽ നമുക്ക് ഭയവും ഭീതിയില്ലേ? രാവിലെ കണ്ണു തുറക്കുമ്പോൾ തൊട്ട് രാത്രിയിൽ ഇൻ കേസ് ഉറക്കം വന്നാൽ കണ്ണടയ്ക്കുന്നിട ആ നിമിഷം വരെ നമ്മളെ ഒരു മാതിരി ഭയവും ഭീതി ഇങ്ങനെ അലട്ടുന്നുണ്ട്. രാവിലെ കണ്ണു തുറക്കുമ്പോൾ തൊട്ട് നമ്മൾ ഈ കേൾക്കുന്ന ന്യൂസ്, മർഡർ, സൂയിസൈഡ്, ഡിവോഴ്സ്, മാരകമായ രോഗങ്ങൾ, നമ്മുടെ സ്വന്തത്തിനും നമ്മുടെ ബന്ധത്തിനും അയൽപക്കത്ത് വരെ നമുക്ക് കേൾക്കാൻ പറ്റാത്തതായ ഉള്ള കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. നമുക്ക് കേൾക്കാൻ ഭയവും ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ എത്തിപ്പെട്ടു. നമ്മൾ നമ്മളെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിനെ കുറിച്ച്, നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച്, നമ്മുടെ മാതാപിതാക്കളുടെ ജീവിതത്തിനെ കുറിച്ച്, നമ്മുടെ മക്കളുടെ ജീവിതത്തിനെ കുറിച്ച് നമ്മൾ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കുക. ഇതിന്നൊരു രക്ഷയില്ലാത്ത പോലെ. ആദ്യ കാലത്ത് ഞാൻ ഇത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ചിന്തിക്കുമായിരുന്നു, അന്നത്തെ കാലത്ത് അവരുടെ മുന്നിൽ ചെങ്കടൽ വരുമ്പോൾ അവർ തീരുമാനിക്കും ഈ ചെങ്കടലിനെ എങ്ങനെ നേരിടണം. പുറകിൽ നോക്കുമ്പോൾ അവർ കാണും മിസ്രൈമിലെ സൈന്യം. അന്നേരം ഇനി അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം? അവർക്ക് ഈ ലോകമെമ്പാടും നടക്കുന്ന ദുഃഖങ്ങളും ഭാരങ്ങളും ഭീതികളും, എവിടൊക്കെ രോഗം, എങ്ങനെയൊക്കെ രോഗം, ആരൊക്കെ എങ്ങൊക്കെ മരിക്കുന്നു, അങ്ങനെയുള്ളത് എന്നും 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 കേൾക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് എന്നും എന്നും കേൾക്കേണ്ട ഒരു ആവശ്യം വരുന്നത് ഈ ഒബേസിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. ശരീരത്തിൽ വണ്ണം കൂടുന്നത് ഒരു ഒരു കുഴപ്പം, അതിൽ നിന്ന് ഒത്തിരി രോഗങ്ങൾ ഉണ്ടാക്കാം. ഇപ്പം വേറൊരു പേര് മുന്നോട്ട് വന്നിട്ടുണ്ട്, ഇൻഫോബേസിറ്റി എന്ന് പറയുന്നത്. ഇൻഫോബേസിറ്റി എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ ഇൻഫർമേഷന്റെ ഒബേസിറ്റി, ഇൻഫർമേഷൻ കൂടുന്നതിന്റെ ഒബേസിറ്റി നമ്മളിൽ എല്ലാവർക്കും. പപ്പയും മമ്മിയും ഒക്കെ, ഞങ്ങളുടെ പേരൻസ് എല്ലാവരും എപ്പോഴും മൊബൈൽ കൊണ്ടിരിക്കുന്നു, ഞങ്ങൾ എല്ലാവരും ദൂരെ. ഇവിടെ ഇരിക്കുന്നവരുടെ എല്ലാവരുടെ സാഹചര്യം അതായിരിക്കും. ഓരോ ന്യൂസ്, ഞങ്ങളുടെ പ്രായക്കാർ പോകുന്നു എന്നുള്ള ഓരോ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ അന്ന് അവർ വിളിച്ച് വെച്ചാൽ ഞങ്ങൾ അവരോട് വഴക്ക് പറയും, ന്യൂസ് കാണരുത്, വേണ്ടാത്ത ന്യൂസുകൾ അവിടുത്തെ ഇവിടുത്തെയും കേട്ടോണ്ടിരിക്കരുത് എന്നുള്ളത് പറയുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ മിണ്ടാറില്ല. എന്നാൽ അവർ കേൾക്കുന്നില്ലേ, അവർ കാണുന്നില്ലേ, അവർക്ക് ഭയമില്ലേ, ഭീതിയില്ലേ, അവരെല്ലാം മനസ്സിൽ ഒതുക്കുന്നുണ്ട്. ഞങ്ങളോട് അത് വിഷമിക്കണ്ടാണെന്ന് വിചാരിച്ച്. ഇത് ഒരു റീസെന്റ് റീസർച്ച് പറയുന്നുണ്ട്, നമ്മുടെ ശരീരം ഒരു ഭൂമിയുടെ ഒരു സ്ഥലത്ത് നമ്മളെ പറക്കാനുള്ള നമുക്ക് ചിറകുകളില്ല. എന്നാൽ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെ US എത്തത്തില്ല. എയ്റോപ്ലെയിനിലൊക്കെ കയറി വിസയും പാസ്പോർട്ടും ഒക്കെ വേണം പോകാൻ. അതിൻ്റെ അർത്ഥം നമുക്ക് 2 കാലേ തന്നിട്ടുള്ളൂ. അന്നേരം ആ 2 കാല് സ്ഥിരമായിട്ട് ഒരു ഭാഗത്ത് ഒരു സൊസൈറ്റിയിൽ നിൽക്കാൻ, അവിടെ ജീവിക്കാൻ, അവിടെ മരിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിൽ നമ്മുടെ ശരീരത്തിന്റെ ക്രിയേഷൻ അങ്ങനെയാണ്. എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ ഒരിടത്ത് വെച്ചാൽ അവിടെ ജീവിക്കാൻ നമുക്ക് കാണുന്നതിന്റെ ഒരു ലിമിറ്റ് ഉണ്ട്. അതിൽ ദൂരെ നമുക്ക് ഈ നേക്കിഡ് ഐസ് വെച്ച് കാണാൻ പറ്റത്തില്ല. അതിന്റെ ഒരു കാരണമുണ്ട്. ഇപ്പോഴത്തെ ഒരു റിസർച്ച് പറയുന്നത്, ഈ ലോകം മുഴുവനും നടക്കുന്ന ഇൻഫർമേഷൻ നമുക്ക് എപ്പോഴും എപ്പോഴും എല്ലാ നിമിഷവും മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന കഴിവില്ല. അത് കേറിയാൽ നമുക്ക് അപകടമാണ്. അങ്ങനെ എപ്പോഴും നമ്മളെ ഒരു നെഗറ്റീവ് ഇൻഫർമേഷൻ തട്ടിക്കൊണ്ടിരുന്ന അത് നമ്മുടെ മാനസിക വളർച്ചയ്ക്കും മാനസിക സ്ഥിരതയ്ക്കും അത് അപകടമാണ്. ആ അപകടങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഏകദേശം നമുക്ക് രാവിലെ തൊട്ടോ രാത്രിയിൽ ഉറക്കം വരാത്തതിൻ്റെ ഒക്കെ ഒരു കാരണം അതുമാകാം. എപ്പം നോക്കിയാലും നമ്മൾ ഇങ്ങനെ നെഗറ്റീവ് ഇൻഫർമേഷൻ നമ്മളെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നത്, അത് നമുക്കിപ്പോൾ ഒരു ലഹരി പോലെ. അത് കേട്ടില്ലെങ്കിൽ നമുക്കൊരു ഒന്ന് കേൾക്കണം. പണ്ട് ഒരാൾ മരിച്ചെന്ന് പറഞ്ഞ് കേട്ടാൽ ഒരാഴ്ച വരെ നമ്മൾ അതിനെക്കുറിച്ച് ഒരു വിഷമോ ഒരു ചിന്തയോ ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നൊരാൾ മരിച്ചെന്ന് പറഞ്ഞാൽ ഓ അയ്യോ കഷ്ടം എന്ന് പറയും. അത് കഴിഞ്ഞ് അമ്മച്ചിമാര് പോയിട്ട് പറയും, വൈകിട്ട് ചോറിന് എന്തോ എടുക്കണ്ടേന്ന് ചോദിക്കും. അതോട് കഴിഞ്ഞു. ഇനി അത്താഴം എന്തുവാ നോക്കണ്ടേന്നുള്ള ആ ഒരു ഡയലോഗ് അങ്ങ് വന്നു പോകും. നമ്മളെല്ലാവരും അങ്ങ് മറന്നുപോയി ഇപ്പം മുമ്പേ നമ്മൾ എന്തോ കേട്ട. അത്രയ്ക്ക് ഇൻസെൻസിറ്റിവിറ്റി നമ്മളിൽ വന്നു പോകുന്നുണ്ട്. ഇൻസെൻസിറ്റീവ് വന്നു പോകുന്ന അതൊരു നല്ലതാ. ഇതെല്ലാം കൂടെ ഓർത്തിരുന്നാൽ അത് അപകടം. അതിനാണ് ദൈവം ഇതെല്ലാം മറപ്പിച്ച് കളയുന്നത്. മറക്കാൻ സമ്മതിക്കുമോ സോഷ്യൽ മീഡിയയും ലോകവും? ഇല്ല. അന്നേരം ഇതെല്ലാം നമുക്ക് ഈ ഭയവും ഭീതിയും
നമ്മൾ ഈ ഭയവും ഭീതിയിലും ജീവിക്കുന്ന എന്നും രാത്രിയിൽ എങ്ങനെയും പ്രാർത്ഥിച്ച് ഒരു ഭയത്തിലുള്ള പ്രാർത്ഥനയുണ്ട് രാത്രി കിടക്കുമ്പോൾ. ഭയം കൂടിക്കഴിയുമ്പോൾ നമ്മൾ എഴുന്നേറ്റൊന്ന് പ്രാർത്ഥിക്കും, ആരാധിച്ചൊന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എങ്ങനെയും അങ്ങ് ഉറങ്ങും. ഉറങ്ങിക്കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേറ്റാ പിന്നെ സ്റ്റോറി ഇത് തന്നെയാ. എന്നാൽ നമ്മൾ വിചാരിക്കുന്നുണ്ടോ നമ്മുടെ ദൈവം നമ്മളിൽ നിന്ന് ഇതാണോ ആഗ്രഹിക്കുന്നതെന്ന്? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ദൈവം ഇതാണോ ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും അല്ല. തീർച്ചയായിട്ടും അല്ല. അതിന്റെ ഒരു പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഈ ദൈവവചനത്തിൽ, വിശുദ്ധ വചനത്തിനകത്തിൽ ഏകദേശം 365 പ്രാവശ്യം ആ, ദൈവം ഭയപ്പെടേണ്ട എന്നുള്ളത് തിരിച്ചും മറിച്ചും ഓരോ വിധേന എഴുതിയിട്ടുണ്ട്. ദൈവം തന്നെ പറയുന്നുണ്ട് ഡയറക്ട്ലി ഭയപ്പെടേണ്ടെന്ന്. ഇനിയിപ്പം ഞാൻ ചിന്തിക്കുമായിരുന്നു, ഈ ഇസ്രായേൽ മക്കൾ ഈ സാഹചര്യത്തിൽ നിൽക്കുന്നു. മുന്നേ ചെങ്കടല്, പുറകിൽ മിസ്രൈമിന്റെ സൈന്യം, ഇത്രയും നടന്ന് ഇവിടെ എത്തി. ഇനി ഞാനാന്ന് വെച്ചു ആ ഇസ്രായേൽ മക്കളിൽ ഒരു മോള് തിരിഞ്ഞു നിന്ന് മോശങ്ങൾ എന്നോട് പറയുക, ഇത്രയും പറഞ്ഞാൽ എനിക്ക് എന്തോ ഫീൽ ആകും. എനിക്ക് അന്നേരം ഭയം തന്നെയല്ല, വേറൊരു ഭാവം കൂടെ എന്നിൽ വരും. ആ ഭാവം എന്തുമായിരിക്കും? ദേഷ്യം. ഇതെന്തോ അപ്പച്ചാ പറയുന്നത്? ഞാനാണെങ്കിൽ എൻ്റെ ബുദ്ധിയിൽ ഞാൻ എന്തു ചെയ്യാൻ തരണേ? അപ്പച്ചാ, ഒരു മിനിറ്റ്, ഇവിടെ കിടക്കുന്ന ഈ മരങ്ങളെല്ലാം കൂടെ വെച്ച് നമുക്കൊരു ബോട്ട് ഉണ്ടാക്കിയിട്ട് നമുക്കെല്ലാം കൂടെ പോകാം. നീന്താൻ അറിയാവുന്നവരെല്ലാവരും കുറച്ചു പേര് അങ്ങനെ പോകട്ടെ. ഞാൻ ഭയങ്കര സ്ട്രാറ്റജി അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങും. നമ്മൾ ഒത്തിരി ഒത്തിരി ഒരു പരിപാടികൾ ചിന്തിക്കാൻ തുടങ്ങി. എന്തോ ചെയ്യണ്ടേ, പറ, ഞങ്ങൾ എല്ലാവരും കൂടെ ചെയ്യാം എന്നുള്ളതെല്ലാം കൂടെ നമ്മൾ ചെയ്യാൻ തുടങ്ങും. അവിടെ നിന്ന് ഒത്തിരി ആൾക്കാർ, എൻ്റെ കൂട്ടുള്ള ആൾക്കാരും കാണും, അവരെല്ലാവരും കൂടെ പറയാനും തുടങ്ങി കാണും. എന്താ മോശപ്പച്ച ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അന്നേരം മോശ എന്തുവാ അവിടെ പറയുന്നെന്നുള്ളത് നമ്മൾ കാണണം. അത് ഭയങ്കര ഒരു അത്ഭുതകരമായ ഒരു കാര്യങ്ങള്, ഭയങ്കര അതിശയകരമായ ഒരു കാര്യങ്ങള്, പ്രവചന രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് മോശ അവിടെ പറയുന്നത് ഈ വാക്യത്തിനകത്തില്. നമ്മളിപ്പം പറഞ്ഞ പോലെ 365 പ്രാവശ്യം ദൈവം നമ്മളോട് ഭയപ്പെടേണ്ട എന്ന് പറയുന്നത് ദൈവത്തിന് ഇമ്പോർട്ടൻസ് എന്തുവാ? നമ്മൾ ഭയപ്പെടരുത്. നമ്മൾ ഭയപ്പെട്ട് അല്ല ഈ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. അത് ഇത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിനകത്തിലും ഒത്തിരി പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. യേശു എല്ലാവരോടും എപ്പോഴും ഭയപ്പെടേണ്ട എന്ന് പറയും. ചിലപ്പം ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂണിന് പകരം യേശു പറയുന്ന ഭയപ്പെടേണ്ട എന്ന ചില വാക്കുകൾ തുടങ്ങുന്നത്. അതുപോലെ തന്നെ പൗലോസ് തിമോത്തിയോട് എഴുതുന്നുണ്ട്. അതെന്തോ എഴുതിയിരുന്നത്? നിനക്ക് ദൈവം തന്നിരിക്കുന്നത് ഭയത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് എന്തിന്റെയാണ്? ശക്തിയുടെയും സ്നേഹത്തിന്റെയും വിവേക ബുദ്ധിയുടെയും ഉള്ള ഒരു ആത്മാവിനെയാണ് തന്നിരിക്കുന്നത്. ശക്തിയും സ്നേഹവും വിവേക ബുദ്ധിയും. അന്നേരം ഈ ശക്തിയും സ്നേഹവും വിവേകം നമ്മുടെ ബുദ്ധിക്കുള്ള സൗണ്ട് മൈൻഡ് എന്നാണല്ലോ ഇംഗ്ലീഷിലുള്ളത്. ആ സൗണ്ട് മൈൻഡിനെ, പവർ, ലവ് ആൻഡ് സൗണ്ട് മൈൻഡ്, ഈ 3 കാര്യത്തിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഭയപ്പെടാതെ ജീവിക്കാനാ. എന്താന്ന് വെച്ചാൽ ഭയത്തിന്റെ ആത്മാവിനെ അല്ല തന്നിരിക്കുന്നത്, ഈ ശക്തിയും സ്നേഹവും വിവേകബുദ്ധിയുടെ ആത്മാവിനെയാ തന്നിരിക്കുന്നതെന്നാ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതെന്തിനാ ഭയം? എന്താണ് നമുക്ക് ഭയപ്പെടേണ്ടി? എന്താണ് ദൈവം നമ്മളോട് പറഞ്ഞേ? ആദിയിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞ്, മനുഷ്യനെ എല്ലാ സുഖസൗകര്യങ്ങളും സൃഷ്ടിച്ചു കഴിഞ്ഞ്, മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞ് ഏതനിൽ വെച്ചിട്ട് ഏതനില് മനുഷ്യന്റെ കൂടെ ഒരു സ്നേഹബന്ധം, ദൈവം മനുഷ്യന്റെ കൂടെ വസിച്ചു. മനുഷ്യൻ തനിച്ചല്ലായിരുന്നു. മനുഷ്യന്റെ കൂടെ എത്ര നാളെന്നൊന്നും അല്ല അവിടെ കണക്ക് കൂട്ടണ്ടേ. മനുഷ്യന് ദൈവമായിട്ടുള്ള ഒരു സ്നേഹബന്ധം, മനുഷ്യൻ ദൈവത്തിന്റെ ഗ്ലോറിയിലായിരുന്നു. പക്ഷെ മനുഷ്യൻ പിശാചിന്റെ ചതിവിൽ അകപ്പെട്ടിട്ട് ദൈവത്തിനെ വെറുത്തു, ദൈവത്തിനെ ത്യജിച്ചു കളഞ്ഞപ്പോൾ ഈ ബന്ധത്തിനൊരു പൊട്ടൽ, ഒരു വിണ്ണല് പറ്റി. ഈ ഏതനിൽ നിന്ന് നമ്മളെ മാറ്റി വെളിയിലിറക്കി, ആ ഗ്ലോറിയിൽ നിന്ന് നമ്മളെ മാറ്റി വെളിയിലിറക്കി. എന്താന്ന് പറഞ്ഞാൽ പാപത്തിൽ ദൈവത്തിന്റെ വാസം പറ്റില്ല. ദൈവത്തിന്റെ വാസസ്ഥലത്ത് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഗ്ലോറിയിൽ പാപം പറ്റില്ല, ഒരു അംശം പോലും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളെ അതിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. ആ മാറ്റിക്കളഞ്ഞപ്പോ ദൈവത്തിന്റെ ബന്ധത്തിൽ നിന്ന് നമ്മളും വേർപെടുമ്പോ നമ്മൾ പിന്നെ അലോൺ, തനിച്ചെന്നുള്ള ഒരു ഫീലിംഗ്. ഇത് നമ്മളെ ഉണ്ടാക്കിയതും നമ്മളെ സൃഷ്ടിച്ചതും നമ്മുടെ ശാരീരികമായിട്ടുള്ള എല്ലാ ക്രമങ്ങളെയും ശരിക്കറിയാവുന്ന വേറൊരാൾ അവിടെ ഉണ്ട്. ആരാ? പിശാച്, നമ്മളെ വന്ന് കളിപ്പിച്ച ആള്.
ആ ആക്കിനി അറിയാം ഈ മനുഷ്യനെ തകർക്കാന് ഈ മനുഷ്യന്റെ ശരീരവും ഈ മനുഷ്യന്റെ ഭാവങ്ങൾ വെച്ച് തന്നെ അവൻ നമ്മളെ തകർക്കാൻ പറ്റുമെന്ന്. ആ ഭാവങ്ങളിനകത്തിന്ന്, ഭാവം എന്ന് പറയുവാണെങ്കിൽ ഞാൻ ഇമോഷൻസിന് പറയുവാണ്, ആ ഇമോഷൻസിനകത്തിന്ന് ഫിയർ എന്ന് പറയുന്ന ഇമോഷനെ അവൻ നല്ലൊരു ആയുധമായിട്ട് നമ്മുടെ എതിരെ അവൻ പ്രയോഗിക്കാൻ തുടങ്ങുന്നുണ്ട്. ഈ ഭാവം ഈ ഫിയർ എന്ന് പറയുന്ന ഈ ഇമോഷനെ നമ്മുടെ എതിരായിട്ട് ഉപയോഗിച്ചിട്ട് എന്തുവാണ് നമ്മളെ ചെയ്യുന്നത്? നമ്മളെ സ്തംഭിപ്പിക്കും. ചില സമയത്ത് നമ്മളെ ദൈവത്തിനോട് തന്നെ ഫൈറ്റ് ചെയ്യിപ്പിക്കും, ദൈവത്തിന്റെ എതിരാളിയാക്കും നമ്മളെ. അതുപോലെ തന്നെ നമ്മളെ ദൈവത്തിൽ നിന്ന് ഒത്തിരി ദൂരെ ഓടിച്ചു കളയും. ഈ മൂന്ന് പ്രവൃത്തിയും ഈ ഒരേ ഒരു ഭാവം വെച്ച് അവന് ചെയ്യിപ്പിക്കാൻ പറ്റും നമ്മളെ കൊണ്ട്. അത് അവന് അറിയാം. അത് പിശാചിന് ശരിക്കുള്ള ഒരു ബോധമുണ്ട്. നമ്മക്കുള്ളതിനേക്കാളും അറിവുണ്ട് പിശാചിന്. നമ്മളെ കൊണ്ട് ഈ മൂന്ന് പരിപാടികൾ ചെയ്യിപ്പിക്കാൻ പറ്റും. ഒന്ന്, നമ്മളെ സ്തംഭിപ്പിക്കാൻ പറ്റും. ദൈവത്തിന്റെ പ്രവർത്തികൾ കാണാതെ കേൾക്കാതെ ഇരിക്കാന്, അനുഭവിച്ചറിയാതെ നമ്മളെ സ്തംഭിപ്പിക്കാൻ പറ്റും. അതുപോലെ തമ്പിച്ച് പോകത്തില്ലേ, ആ ഒരു നംനെസ് കൊണ്ടുവരാം. അതുപോലെ തന്നെ നമ്മളെ ദൈവത്തിനോട് തന്നെ റിബൽ ചെയ്ത് ഫൈറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ ദൈവത്തിൽ നിന്ന് അകന്ന് ഓടിപ്പോകാൻ ചെയ്യിപ്പിക്കാൻ പറ്റും. ഇത് ഈ ഫിയർ എന്ന് പറയുന്ന സ്പിരിറ്റ്, അല്ലെങ്കിൽ ആ ഒരു പേടി, ഭയം എന്ന് പറയുന്ന ആ ഒരു ഒരേ ഒരു ഇമോഷൻ ആസ് എ വെപ്പൺ, ഒരു ആയുധമായിട്ട് അവൻ നമ്മളുടെ മേൽ യൂസ് ചെയ്യുന്നു. അതിനി എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. പിശാചിന് അത്ര അറിവായിരിക്കുമ്പോൾ നമ്മളും അറിയണമല്ലോ എങ്ങനെയാ ഈ കളി കളിക്കുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചെറിയൊരു കഥ പറയാം ക്വിക്ക്ലി. ഒരു നിങ്ങൾ ഈ കഥ കേട്ടിട്ടുണ്ടായിരിക്കാമെന്ന് എനിക്ക് ഇപ്പോൾ ചിന്തിക്കുന്നു. ഞാൻ കുഞ്ഞിലെ തൊട്ട് കേൾക്കുന്ന ഒരു കഥയാ. 3 ഫ്രണ്ട്സ് ഒരു കാട്ടിൽ പോകും. കാട്ടിലെത്തുമ്പോ ഒരു വലിയൊരു സിംഹം വരും അവരുടെ മുന്നിൽ. അന്നേരം ഒരാള് പേടിച്ച് ഓടിക്കളയും, ഒരാള് പേടിച്ച് ആ സിംഹത്തിനോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. എന്നാൽ മൂന്നാമത്തെ ഒരാള് പേടിച്ച് തന്നെ ഒരു ശവം പോലെ അങ്ങ് കിടക്കും. ഇനിയും ചാറ്റ് ബോക്സിനകത്തിലിട്ടോ ആരായിരിക്കും രക്ഷപ്പെട്ടെന്നുള്ളത്. അതൊരു ചെറിയൊരു എക്സസൈസ് ആയിട്ട് തോന്നുവാണെങ്കിൽ, മനസ്സിലാകുവാണെങ്കിൽ, ആരാ ഇതിനെ 3 ഫ്രണ്ട്സിനകത്ത് നിന്ന് രക്ഷപ്പെട്ടതെന്നുള്ളത് നമുക്ക് ചാറ്റ് ബോക്സിനകത്തിലിടാം. ഈ 3 ഫ്രണ്ട്സ് ആരാണ്? എന്തിനെ കാണിക്കുന്നു? നമ്മുടെ ബ്രെയിനിന്റെ മുന്നിൽ ഒരു ഫിയർ വരുമ്പോ ബ്രെയിൻ എങ്ങനെ 3 വ്യത്യസ്ത രീതിയിലാണ് ഫിയറിനെ നേരിടുന്നത്, ഭീതിയെ നേരിടുന്നത്. ബ്രെയിൻ ആദ്യമേ അനലൈസ് ചെയ്യും. ഈ മുന്നിൽ നിൽക്കുന്ന ഭീതി, ഇതിനെ ഞാൻ ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നമ്മള് കിടന്നാളാണ്, ഓക്കെ, ഫൈറ്റർ ആണ് ജയിക്കുന്നതെന്ന് ഒരാൾ എഴുതിയിട്ടുണ്ട്, കിടന്നാളാണെന്നുള്ളത് നമുക്ക് നോക്കാം ആരാ ജയിക്കുന്നതെന്ന്. നമ്മള് ഒരു 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 വലിയൊരു സിംഹം പോലുള്ള ഒരു ഭീതി നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ അനലൈസ് ചെയ്യും. എൻ്റെ ശരീരത്തിന്റെ ബോഡി മാസ് വെയിറ്റ് എത്രയുണ്ട്, ഈ സാധനത്തിന്റെ ബോഡി വെയിറ്റ് എന്തുകൊണ്ട് ഞാൻ ഈ ഇതിനോട് ഫൈറ്റ് ചെയ്താൽ ഞാൻ ജയിക്കാൻ പറ്റുമോ, എൻ്റെ ജീവൻ രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് ബ്രെയിൻ അനലൈസ് ചെയ്യും. ഇതെല്ലാം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് നടക്കുന്നത്. അതാണ് ദൈവത്തിന്റെ സൃഷ്ടിയുടെ അത്ഭുതം. അന്നേരം മനസ്സിലാകും, അയ്യോ ഇല്ല, ഓടിക്കോന്നാകും. സിംഹത്തിനോട് ഫൈറ്റ് ചെയ്തിട്ട് പറ്റുമോ? ഇല്ല, ഓടിക്കോ എന്നുള്ളത് സിഗ്നൽ തരും. ഇനിയും പിന്നെ ബ്രെയിൻ അനലൈസ് ചെയ്യും, ഈ മൃഗം ഓടിച്ചിട്ട് പിടിച്ചു കൊല്ലുന്നതാണോ, വേട്ടയാടുന്ന മൃഗമാണോ? അങ്ങനെയാണെങ്കിൽ ഓടിയാലും രക്ഷയില്ല. അങ്ങനെയുള്ളപ്പോൾ ബ്രെയിൻ പറയും, ഈ മൃഗത്തിനോട് ഓടിച്ചിട്ട് വേട്ടയാടുന്ന ചില മൃഗങ്ങളുണ്ട്, അങ്ങനെയാണെങ്കിൽ നേരെ കിടക്കുക, ശ്വാസം പോലും വിടാതെ. ആ ശ്വാസം വിടാതെ ഒക്കെ കിടക്കാൻ കാട്ടിൽ നമ്മൾ ജീവിച്ച സമയത്ത് കാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ശ്വാസം പോലും വിടാതെ ഇത് വന്ന് നമ്മൾ ശരീരത്തിന്റെ ടെമ്പറേച്ചർ ഇച്ചിരി കുറച്ചോണ്ട് അതിന് തണുത്തതാണെന്ന് ഫീൽ ആകണം. അത് വന്ന് മണപ്പിച്ച് നോക്കും, ചൂടുണ്ടോന്ന് നോക്കും. അങ്ങനെ ഒരു കിടപ്പുണ്ട്. ആ ഒരു കിടപ്പില് അങ്ങനെയുള്ള ഒത്തിരി മൃഗങ്ങള് മരിച്ചു കിടക്കുന്ന ശരീരത്തിനെ കഴിക്കത്തില്ല. അങ്ങനെ രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ കാട്ടിൽ കിടക്കുമ്പോൾ നമ്മളെ ഈ ഫിയർ എന്ന് പറയുന്ന ഒരു കാര്യം, ഇമോഷൻ നമ്മളെ രക്ഷപ്പെടുത്തിയതാണ്. കാട്ടിൽ ഇതിനകത്ത് ഉപയോഗമുള്ളതാണ്.
പക്ഷെ ഇപ്പം വന്ന് വന്ന് നമ്മൾ എന്തോ ചെയ്യുന്നതെന്നറിയോ? നമ്മൾ കാട്ടീന്ന് വീട്ടിലെത്തിയിട്ടും ഇങ്ങനൊക്കെ തന്നെയാണ് പെരുമാറുന്നത്. എന്ത് ഫിയർ നമ്മുടെ മുന്നിൽ വന്നാലും നമ്മൾ ഈ കാട്ടിക്കിടക്കുന്നതിന്റെ കൂട്ട് തന്നെയാണ് എല്ലാ ഫിയറുമായിട്ട് നമ്മൾ നേരിടുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് അറിയത്തില്ല ഏത് ഫിയറുമായിട്ട് എന്ത് ബ്രെയിൻ അല്ലേ കാട്ടിക്കിടക്കുന്ന. നേരം വീട്ടിൽ വന്നെന്നും പറഞ്ഞുകൊണ്ട് ലൊക്കേഷൻ മാറിയില്ലല്ലോ, അവിടെ കണക്ടിവിറ്റി പോകാത്തോണ്ട് നമുക്കത് മനസ്സിലാകത്തില്ല. അതിനി എങ്ങനെ നടക്കും? കുഞ്ഞു കുട്ടികള് ജനിച്ചങ്ങോട്ട് വീഴുന്നുണ്ടേ. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവർക്ക് രണ്ട് തരമായ വളർച്ചയുണ്ട്, ഒത്തിരി തരമായ വളർച്ചയുണ്ട്. അതിനകത്തിൽ ഒന്നാണ് ഫിസിക്കൽ, ഒന്ന് ഇമോഷണൽ, സ്പിരിച്വൽ വളർച്ച വരെ ഉണ്ടല്ലോ. അന്നേരം ആദ്യം നമ്മൾ കുഞ്ഞു കുട്ടികൾ ജനിച്ച് വീഴുന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കൽ വളർച്ചയെ കുറിച്ചാണ് നോക്കുന്നത്. ഇന്നത്തെ കാലത്ത് അതങ്ങ് ഭയങ്കര ഓവർലുക്ക് തന്നെയാണ് ഫിസിക്കൽ വളർച്ച. 3 നേരം അല്ലെങ്കിൽ 6 നേരം ആഹാരം കൊടുക്കുന്ന കുഞ്ഞിനെ നമ്മൾ 12 നേരം ആഹാരം കൊടുക്കും. അത് ചില കുഞ്ഞുങ്ങൾ അകത്തു വെളിയിൽ നിന്ന് കഴിക്കുന്ന കാണാൻ, താഴേന്ന് പോകുന്ന കാണാം. അങ്ങനെ അതിന് സഹിക്കാൻ പറ്റാത്ത പോലെ നമ്മൾ അതിനെ ഫിസിക്കലി സ്ട്രോങ് ആക്കാനും ഫിറ്റ് ആക്കാനും കുത്തി കയറ്റി നമ്മൾ ആഹാരം കൊടുക്കുന്നത്. അന്നേരം 6 നേരം കൊടുക്കേണ്ടി നമ്മൾ 12 നേരം കൊടുക്കുന്നുണ്ട്. എന്തിനാ? അവർക്ക് ശക്തി വേണം, അവര് സ്ട്രോങ് ആകണം. അങ്ങനെ ഫിറ്റാക്കി ഇങ്ങനെ ഇരിക്കുന്ന മാതാപിതാക്കളുടെ മക്കളൊക്കെ ഇന്ന് ഇങ്ങനെ ഇരിക്കുന്നത്. അത് എന്തോ അതിന്റെ തിയറി എന്ന് മനസ്സിലാകുന്നില്ല. മനസ്സിലായോ? 6 നേരം കൊടുക്കേണ്ടി നമ്മൾ 12 നേരമാണ് കൊടുക്കുന്നത്. അന്നേരം മാതാപിതാക്കൾ ഇങ്ങനെ ഇരുന്നാലും മക്കളെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു ഡോക്ടർ ഇടയ്ക്ക് പറയുമായിരുന്നു, 10 വയസ്സ് വരെ നമ്മൾ പിള്ളേരെ ഫാറ്റ് ആക്കണമെന്നും പറഞ്ഞുകൊണ്ട് പുറകെ നടക്കും. പിന്നെ 10 വയസ്സ് കഴിഞ്ഞിട്ട് ഇതിനുങ്ങളെ എല്ലാം കൂടെ തിന്നാക്കണമെന്നും പറഞ്ഞുകൊണ്ട് പുറകെ നടക്കുക. വരുന്ന കുഴപ്പമേ, നമുക്ക് വരുന്ന ബുദ്ധിമുട്ടേ. ഇനി ഈ ഓഫീസിൽ പോകണം, അമ്മയ്ക്കും അപ്പനും ഓഫീസിൽ പോകണം. വയ്യാത്ത വല്യമ്മച്ചിയുടെ അടുക്ക വല്ലതും ആയിരിക്കും കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോകണ്ടേ. കുഞ്ഞുങ്ങൾക്ക് 3 നേരം, ഈ 12 നേരം ഈ അമ്മച്ചി ആഹാരവും വെച്ച് കൊടുക്കണം. മിക്കവാറും പാക്കറ്റിനകത്ത് നിന്ന് എടുത്തൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. ഇതും നോക്കിക്കഴിഞ്ഞിട്ട് ഈ കൈ വളരുന്നോ കാല് വളരുന്നോ, എൻ്റെ മമ്മി എപ്പോഴും പറയാറുണ്ടായിരുന്നു, വഴക്ക് പറയുമ്പോൾ, ഞങ്ങൾ നിങ്ങളെ കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കിയാ വളർത്തുന്നത്, നിനക്കൊരു വിലയില്ലെന്ന് പറയുന്ന പോലെ അമ്മച്ചിമാര് കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് പറഞ്ഞ് നോക്കി വളർത്തുമ്പോൾ അമ്മയപ്പന് സമയമില്ല. അമ്മച്ചിമാരോ കെയർടേക്കറോ ഒക്കെ ആയിരിക്കും പിള്ളേരെ ഇങ്ങനെ വളർത്തി വരുന്നത്. വളർത്തി വരുമ്പോ ഇവർക്ക് എവിടെ ഈ സമയം? ഈ ഫിസിക്കൽ നോക്കാൻ പോകുന്നു, ഇമോഷണൽ നോക്കാൻ പോകുന്നു. ഇമോഷണൽ ഡെവലപ്മെന്റ് ഒക്കെ ആ വഴിയെ കൂടെ അങ്ങ് പോകും. എന്നാലും നമ്മൾ ഇതിന് ഗുണം ചെയ്യാൻ പോയില്ലേലും, എൻ്റെ പപ്പ പറയുമായിരുന്നു, നീ ഗുണം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ദോഷം ചെയ്യരുതെന്ന് പറയുമായിരുന്നു. നിനക്ക് നല്ലത് പറയാൻ പറ്റിയില്ലെങ്കിലും പറയണ്ട, ഒന്നും പറയണ്ടെന്ന് പറയും, നല്ലത് പറയാൻ പറ്റുന്നില്ലെങ്കിൽ. അങ്ങനെ പറയുന്ന പോലെ നമ്മൾ ഈ ഗുണം ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും നമ്മൾ ചില ദോഷങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ഫിസിക്കൽ ഡെവലപ്മെന്റിനകത്ത് നമ്മൾ ഭയങ്കരമായിട്ട് നോക്കത്തില്ലേ? 6 മാസത്തിൽ ഇരിക്കണം, 9 മാസം ആകുമ്പോഴത്തേന് ക്രോൾ ചെയ്യണം, 1 മാസത്തിൽ നമ്മൾ എഴുന്നേറ്റ് നടക്കണം കുഞ്ഞു പിള്ളേര്. ഇത് നടന്നില്ലെങ്കിൽ നമുക്കൊരു ഭയമാ, പേടിയാ. അതുപോലെ തന്നെ ഇമോഷണൽ ഡെവലപ്മെന്റിനകത്ത് ചില ഡെവലപ്മെന്റ്സ് ഉണ്ട്. ലൈക്ക് ഒരു 6 തൊട്ട് 9 മന്ത്സ് ആകുമ്പം വരെ പിള്ളേർ ആരുടെയും കയ്യിലും പോകും. ഒരു 6 മന്ത്സ് വരെയൊക്കെ ഭയങ്കര രസമാണ്. ഒരു 9 മാസം ആകുമ്പോൾ ഈ കുഞ്ഞ് വേറൊരാളുടെ അടുക്കലോട്ട് ചെല്ലുമ്പോഴൊന്നും ഒറ്റ കരച്ചില്. ഇതെന്തു പറ്റി? നമ്മൾ വിചാരിക്കും കണ്ണാണ്. ഒത്തിരി പേര് ഇന്നും നമ്മൾ പെന്തക്കോസ്തുകാര് നമ്മൾ പറയാറുണ്ട്, യോ ഒന്നും പറ്റിയില്ല ജസ്റ്റ് കണ്ണാ, ഒന്നും പറ്റിയില്ല ജസ്റ്റ് കണ്ണും അല്ലത്. അതെന്ന് പറയുവാണെങ്കിൽ അതിനൊരു സ്ട്രേഞ്ചർ ആൻസൈറ്റി എന്ന് പറയുന്ന പേര് മോശമാണെന്ന് പറഞ്ഞാലും അത് മോശമായുള്ള ഒരു കാര്യമല്ല. സ്ട്രേഞ്ചർ ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടുവരുന്ന മുഖങ്ങൾ ഇതുപോലൊക്കത്തെയാണ്, ഇത് വേറൊരു മുഖമാണ്. ഇതെടുത്തു നമ്മൾ കാട്ടിക്കിടക്കുമ്പോഴേ ഏതേലും സിംഹമോ പട്ടിക്കുട്ടിയോ വന്നിട്ട് കുഞ്ഞിന്റെ മുന്നിൽ ഇങ്ങനെ നിന്നാല് കുഞ്ഞ് കരയണം, കരഞ്ഞ് അമ്മയെ വിളിക്കണം, അങ്ങനെ കുഞ്ഞിന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. വീട്ടിൽ വന്നു കഴിഞ്ഞാലും ഇതുപോലൊക്കത്തെ ശത്രുക്കൾ വരാൻ പറ്റുമല്ലോ. കുഞ്ഞ് കരയണം, അത് അതിന്റെ പ്രൊട്ടക്ഷനാ. അതുകൊണ്ട് ചില അമ്മമാര് ചെയ്യൊരു ഇതിനെ പഠിപ്പിക്കണം. എത്ര 6 മാസമുള്ള കുഞ്ഞിനെ നമ്മൾ സ്ട്രേഞ്ചർ ആൻസൈറ്റി എന്ന് മാറ്റാൻ പഠിപ്പിക്കുന്ന എങ്ങനെയാ? ഈ അമ്മ ആ കരയുന്ന ആളിന്റെ അടുക്കലോട്ട് വെക്കും. അന്നേരം ഈ കരയുന്ന ആള് പറയും, അയ്യോ വേണ്ട എന്നാ പിടിച്ചോ. അന്നേരം അമ്മ പറയും, അല്ലല്ല ഇരിക്കട്ടെ അവളൊന്ന് പഠിക്കട്ടെ. അയ്യോ അങ്ങനല്ല പഠിപ്പിക്കുന്നത്. അങ്ങനല്ല, 6 മാസത്തെ കുഞ്ഞിന് ഇപ്പം പഠിച്ചിട്ട് ഒന്നും ചെയ്യാനില്ല. അത് അതിന്റെ ശരീരത്തത് വരട്ടെ, അത് കരയുമ്പോൾ അതിനെ തിരിച്ചെടുത്തിട്ട് മാറോട് അണയ്ക്കണം. അതിന് മനസ്സിലാകണം, ഓ
ഇങ്ങനെയാണെന്ന്. ഇതിനെങ്ങനെയാ ഇനിയും ഈ സ്ട്രേഞ്ചർ അല്ലെന്ന് മനസ്സിലാകുന്നതെന്ന് പറയട്ടെ. അതിനെ അതേ വെച്ചല്ല പഠിപ്പിക്കുന്നത്. ഒരാൾ കയറി വരുമ്പോ, ഒരു പുതിയ ഒരാൾ കയറി വരുമ്പോ കുഞ്ഞിനെ കൈവച്ചുകൊണ്ട് തന്നെ അമ്മ ഈ ആളിനെ പിടിച്ച് കെട്ടിപ്പിടിച്ച്, പെണ്ണാണെങ്കിൽ പെണ്ണിനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് നല്ലതായിട്ട് ഇടപെട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ കുഞ്ഞ് മനസ്സിലാകുന്നുണ്ട് എൻ്റെ അമ്മ മിണ്ടുന്നു. അങ്ങനെ പിന്നെ ഇത് പോകുവാണെങ്കിൽ പോകണം. അതാണ് സ്ട്രേഞ്ചർ എക്സൈറ്റി എന്നൊരു രക്ഷപ്പെടിയില്. ഇനിയിപ്പോ 1 വയസ്സ് 2 വയസ്സൊക്കെ ആകുന്നിടം വരെ കുഞ്ഞുങ്ങള് അവരുടെ സാധനം ഇങ്ങനെ തേരാ പാരാന്നിട്ടേക്കും, വെറുതെ എവിടെ എവിടെയും വലിച്ചെറിയും, അവർക്ക് ഒരു വിലയില്ല. 2 വയസ്സ് വരെ. 2 വയസ്സാകുമ്പോഴത്തേന് അവർക്ക് എന്റേതെന്നുള്ള ഒരു പൊസസീവ്നെസ് വരും. ഇതെന്റെ. ഞങ്ങൾ കുഞ്ഞ് ജനിച്ചപ്പോ അമ്മായിയും എല്ലാ വീട്ടിലും അച്ചാച്ചനെന്നൊക്കെ പിള്ളേർ വിളിക്കാൻ തുടങ്ങുന്നോണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛച്ചൻ എന്നെ അമ്മ എന്നും ഞാൻ അച്ഛച്ചനെ അപ്പ എന്നും വിളിക്കാൻ തുടങ്ങി. കുഞ്ഞ് അത് കേട്ട് വിളിക്കട്ടെന്ന് വിചാരിച്ച്. 1 വയസ്സ് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. 2 വയസ്സ് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഡെബോ ഇച്ചിരി നേരത്തെ സംസാരിക്കാൻ തുടങ്ങി. 2 വയസ്സായപ്പോ ഒരു ദിവസം ഞാൻ അച്ഛച്ചനെ വിളിച്ചു, അപ്പേ ഇങ്ങനെ വിളിക്കുകയും ഡെബോ എന്നോട് പറയാ, അമ്മ, ദിസ് ഇസ് ഡെബോ അപ്പ, യോർ ചാച്ചു. ചാച്ചു ആന്നുള്ള ആ വേർഡ് അറിയായിരുന്നു. യോർ ചാച്ചു ആന്ന്, ഇനിയും വിളിക്കരുത്. അന്ന് ഒത്തിരി കരച്ചിലും വഴക്കും ഒക്കെ ഉണ്ടായി ഞങ്ങൾ തമ്മിൽ. കരഞ്ഞത് ഞാനാന്നേ ഉള്ളൂ. എന്നാലും അന്ന് തൊട്ട് ഒരു പൊസസീവ്നെസ് തുടങ്ങി കുട്ടികൾക്ക് ഒരു പൊസസീവ്നെസ്, ഇത് എൻ്റെ ആണെന്നുള്ളത്. അത് നല്ലതാണ്. ആ പൊസസീവ്നെസ് എന്ന് പറയുന്ന ആ ഭാവം നല്ലതാണ്. അതിൽ കൂടെ വേറൊരു ഭാവം നമുക്ക് കാണാൻ പറ്റും, അത് ഷെയർ ചെയ്യത്തില്ല. ഒരു 4-5 വയസ്സ് വരെ കുട്ടികൾ ഷെയർ ചെയ്യത്തില്ല. ഞാൻ ഒത്തിരി അടുത്ത് കണ്ടിട്ടുണ്ട്, എല്ലാ അമ്മമാരും അടിച്ചു ഷെയർ ചെയ്യിപ്പിക്കും. പഠിക്കണം, അടിച്ച് ഷെയർ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മളെ കൊച്ചിലെ തൊട്ട് ഭയങ്കരമായിട്ട് അടിച്ച് ഷെയർ ചെയ്യിപ്പിച്ചിട്ടാണോ ഇന്ന് നമ്മൾ ദാനവീരന്മാരുടെ കൂട്ട് നമ്മുടെ ഉള്ളതെല്ലാം എടുത്ത് ആൾക്കാർക്ക് കൊടുക്കുന്നത്, ഷെയർ ചെയ്യുന്നത്? നമുക്ക് മനസ്സ് തുറന്ന് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഒരു കൈ അറിയാതെ വേറൊരു കൈ കൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് എല്ലാവർക്കും അറിയാം അത് പറ്റുന്നില്ലെന്ന്. എന്നാ പിന്നെ ആ അടിയൊക്കെ എന്തിയെ ഷെയർ ചെയ്യുന്ന ആ ഇത്? ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചല്ല പഠിപ്പിക്കുന്നത്. ആദ്യമേ എന്ത് വേണം? ഒരു കുഞ്ഞ് പഠിക്കണം പൊസസീവ്നെസ്, ഇത് എൻ്റെ ആണെന്നുള്ളത്. അതാണ് അതിനെ നേച്ചർ, ദൈവം പഠിപ്പിക്കുന്നത്. ഈ സാധനം എൻ്റെയാ എന്ന് പറഞ്ഞാൽ ഈ പ്ലേറ്റിലിരിക്കുന്ന ആഹാരം എൻ്റെയാ. ഇനി അതൊന്ന് പഠിച്ച് അത് ക്ലിയർ ആയി വരുമ്പോൾ എൻ്റെയിലുണ്ടെന്നുള്ള ഒരു ഭാവത്തിന്റെ പൊസസീവിന്റെ ക്ലാരിറ്റി വന്നു കഴിയുമ്പോൾ മറ്റവൻ്റെ ഇല്ലെന്നുള്ളത് മനസ്സിലാകും. ആ ആക്കില്ലെന്ന്. ഇനി എന്റേത് ആ ആക്ക് എങ്ങനെ കൊടുക്കും? എന്റേലില്ല, ആ ആളിൻ്റെ ഉണ്ടെന്നുള്ളത് അത് നോക്കാനേലും ഒരു ആഗ്രഹം വരും. എൻ്റെ ഉണ്ടെന്നുള്ളതിന്റെ ബോധ്യമായാലേ എൻ്റെ ഉണ്ട്, ഞാൻ തൃപ്തിയാ. ഇതിന്റെ ബോധ്യമായാലാണ് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള എൻ്റെ ബോധ്യം വരുന്നത്. ഇനി ആ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ബോധ്യം എങ്ങനെയാണ് വരുന്നത്? അടിച്ചല്ല. അത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ആണെന്നുള്ള പൊസസീവ്നെസ് ഡെവലപ്പ് ആകുന്ന ആ ദിവസങ്ങളിൽ, ആ വർഷങ്ങളിൽ അമ്മയും അമ്മ കുഞ്ഞിന് വാരി കൊടുക്കണം. അമ്മ അപ്പന് കൊടുക്കുന്ന കാണണം, അപ്പൻ അമ്മയ്ക്ക് കൊടുക്കുന്ന കാണണം. ചുറ്റുപാടിലെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് അവര് കണ്ടാ മതി. ബാക്കി ഇവര് എന്റേതെന്നുള്ള തൃപ്തി എന്നുള്ള ആ എന്റേതെന്നുള്ള ഭാവം അവരിൽ ഡെവലപ്പായി വരുമ്പോൾ എൻ്റെ പ്ലേറ്റിൽ ആഹാരമുണ്ട്, ദേണ്ട് ആ കുഞ്ഞിന് അല്ലെങ്കിൽ ആ ആളുടെ പ്ലേറ്റിൽ ആഹാരമില്ല, അതിനെന്ത് ചെയ്യണം? കൊടുക്കുക ചെയ്യേണ്ടി എന്നുള്ള ഭാവം ഡെവലപ്പാകുന്നത്. ഇത് നമ്മൾ ചെന്ന് പഠിപ്പിക്കുകയൊന്നും വേണ്ട അവരെ. നമ്മളത് ചെയ്ത് പ്രവൃത്തിയിൽ ആദ്യമേ കെട്ടിപ്പിടിച്ച ഒരാളെ സഹകരിച്ചില്ല, ഇത് സ്ട്രേഞ്ചർ അല്ലെന്ന് അവരെ കാണിക്കുന്ന പോലെ ഇവിടെ നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. ഇവരിൽ ഇത് ഡെവലപ്പ് ആകട്ടെ, മോഡയാണ്. ഇതിന്ന് വലിച്ചു പിടിച്ച് നമ്മൾ അതിനെ ഇതെന്തു പറയുന്നേ, ഫോഴ്സ്ഫുള്ളി മേടിച്ച് അവരെ കൊടുക്കുക. 2 അടി കൊടുക്കുമ്പോഴൊക്കെ വരുന്ന കുഴപ്പം എന്തുവാന്ന് ചോദിച്ചാൽ, ജീവിതകാലം മുഴുവനും ഞാൻ എന്റേതെന്നും പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ഇത് ആരെയും തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ പറ്റും, ഈ പ്ലേറ്റ് വരുന്ന ഞാൻ എളുപ്പം കഴിച്ചോണം, അല്ലെങ്കിൽ ആരെങ്കിലും എടുക്കാൻ പറ്റും, ഭയം, ഭീതി. എൻ്റെ ജീവിതം എൻ്റെ ആരെയും തട്ടിപ്പറിക്കാൻ പറ്റും, ഏത് സമയത്തേലും കൊണ്ടുപോകാൻ പറ്റും. എൻ്റെ അവകാശം എനിക്ക്, ഞാൻ വലിച്ചു മേടിച്ചില്ലെങ്കിൽ ഒരാൾ എനിക്ക് തരത്തില്ല. എന്താന്ന് വെച്ചാൽ കുഞ്ഞിലെ കണ്ടു അമ്മ അടിച്ച് വലിച്ചായിരുന്നു മേടിച്ചു കൊടുത്തത്. അന്നേരം ഇളയത് പറയും, മൂത്തവൻ്റെ ഞാൻ വലിച്ചെൻ്റെ അവകാശം മേടിച്ചില്ലെങ്കിൽ എനിക്ക് കിട്ടത്തില്ല, ഞാൻ വലിച്ചു മേടിച്ചാലേ കിട്ടത്തുള്ളല്ലോ.
അങ്ങനെയുള്ളതായി പോകും. പക്ഷേ ദൈവം എങ്ങനെയാ നമ്മളെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ, ഈ ഓരോ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും അവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ആകുന്നുണ്ട്. ഇനി അത് 3 വയസ്സാകുമ്പോഴാണ് ഞാൻ പറഞ്ഞ ഈ ഭീതി, ഭയമെന്ന് പറയുന്ന ഒരു ഇത് വരുന്നത്. അന്നേരം കണ്ണ് കിട്ടുന്നൊന്നുമല്ല, പിശാച് ഇങ്ങനെ കൂടെ നടക്കുന്നതുമല്ല. ആ ഭയമെന്ന് പറയുന്ന ഒരു ആസ്പെക്ട്. പിന്നെ അവരെ രക്ഷിക്കണ്ടേ, കാട്ടിൽ ഒരു സാധനത്തിന്റെ മുന്നേ വരുമ്പോ ഒക്കെ അവരെ രക്ഷിക്കണം. ഇതൊരു 3 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഭയമെന്ന് പറയുന്ന ഒരു കാര്യം ഡെവലപ്പ് ആകുന്നത്. ആദ്യമേ കുഞ്ഞ് ജനിക്കുമ്പോൾ സൗണ്ടും ഹൈറ്റുമിന് മാത്രമേ ഉള്ളവർക്ക് പേടി. അതല്ലാതെ പിന്നെ 3 വയസ്സാകുമ്പോഴത്തേന് നമ്മൾ അന്ന് വരെയും പേടിപ്പിച്ച എല്ലാ കാര്യത്തിനും കണ്ട് അവർ പറയും ഞാൻ കണ്ടെന്ന് പറയും. ഉമ്പാക്കിയും കണ്ടു, മറ്റേനെയും കടിച്ചു, മറിച്ചേനെയും നമ്മൾ പേടിപ്പിക്കുന്ന എല്ലാ സാധനവും അത് ഈ ടേബിളിന്റെ താഴെയും ചെയറിന്റെ താഴെയും എല്ലാം കാണും. അതുകൊണ്ട് നമ്മൾ അന്ന് വരെയും പേടിപ്പിക്കരുത്, അതാണ് മെയിൻ കാര്യം. സെക്കൻഡ്, അവരെ ഇതൊന്നും പറഞ്ഞില്ലേലും ഇരുട്ടിലും അല്ലെങ്കിൽ തനിച്ചിരിക്കുന്നതിൽ ആ ഒരു പേടി വരും. ആ പേടിയിൽ നമ്മൾ അവരെ നാണം കെടുത്തുവോ, ചില ആൾക്കാർ ചെയ്യും, ഓ എന്റെ അടുക്കൽ നിന്നൊന്ന് മാറി നിൽക്ക്, നീ വേറെ മുറിയിൽ പോ. ഇനി അതിനെ പഠിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചില മുറിയിൽ അടിച്ചിടും, അല്ലെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്തിടും. ഇരുട്ടിനോട് പേടിയാ 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 എന്ന് പറയുന്നതിന് കുറച്ചു നേരം ഇരുന്ന് പഠിക്കട്ടെന്നും പറഞ്ഞു. അങ്ങനെ ഒന്നും ചെയ്യരുത്. ജീവിതകാലം മുഴുവനും അവർ, ചില ആൾക്കാർ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അല്ലാതെ ഓൺ ചെയ്തിട്ടല്ലാതെ ഉറങ്ങാൻ പറ്റത്തില്ല. ചില ആൾക്കാർക്ക് തനിച്ച് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. ഒത്തിരി പെൺകുട്ടികൾക്ക് ഇതുണ്ട്, ആൺകുട്ടികൾക്കും ഉണ്ട്. എൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ താമസിച്ച ഒരു പെൺകുട്ടിക്ക് ലൈറ്റ് ഓഫ് ചെയ്താതെ ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. അത് റിയലാണ്. അവക്ക് പറ്റിയതാണ്. അവളെ ഒരു മുറിക്കകത്തിൽ അടച്ചിട്ടതാണ് അവരുടെ വല്യമ്മച്ചി. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അവിടെ കിടന്ന് കരഞ്ഞു കരഞ്ഞു ഉറങ്ങിപ്പോയി. ഉണർന്നു കഴിഞ്ഞപ്പോൾ ഇരുട്ട് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ പിന്നെ അവക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ലൈറ്റ് ഓൺ ചെയ്തില്ലാതെ ഉറക്കം വരില്ല. നമ്മളത് കുട്ടികളിൽ അത് നമ്മളായി ചെന്ന് പഠിപ്പിക്കാൻ പോകരുത്. അന്നേരം നമ്മൾ വിചാരിക്കും, ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്ന് പറയുന്നു, ഈ സയൻസ് ഒക്കെ വരുന്നതിന് മുമ്പേ പണ്ട് കാലത്ത് എന്തുവായിരുന്നു ചെയ്യുന്നത്? ഇത്രയൊന്നും പറയപ്പെട്ട കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. എങ്ങനെയാ മനുഷ്യൻ ജീവിച്ചതെന്ന്? മനുഷ്യൻ ജീവിച്ചത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു വീട്ടില് ഒരു ഭാര്യ, ഭർത്താവ്, അമ്മായിയമ്മ, നാത്തൂന്മാര്, ഒരു 5-8 പിള്ളേര്, അത് കഴിഞ്ഞിട്ട് വലിയ കുറച്ച് പശു, കുറച്ച് ഇത് എല്ലാം കിടക്കുമ്പോൾ ഈ ആന്റിക്ക് സമയമുണ്ടോ ഈ 5, 6, 5, 8, 10 പിള്ളേരെ ആരാ ഷെയർ ചെയ്യുന്നതെന്നും, ആരാ ആന്റിക്ക് ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ കൊടുക്കുന്നതെന്നും, പിന്നെ ആരാ എങ്ങോട്ട് പോകുന്നതെന്നും നോക്കാനുള്ള സമയമുണ്ടോ? ഇല്ല. ആരും ഫോഴ്സ്ഫുള്ളി അവരെ ഇമോഷണലി ഇതുകൊണ്ട് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ അടിമേടിക്കും പറയാൻ പോകത്തില്ല, പറയാൻ പറ്റത്തില്ല, സമയമില്ലായിരുന്നു. അവരെ ദൈവം സൃഷ്ടിച്ച് ആ സൃഷ്ടിയിൽ അവർ വളരുന്നുണ്ടായിരുന്നു നേച്ചറിൽ. നമ്മളിപ്പം കുറച്ച് പഠിച്ചെന്ന് പറഞ്ഞ് നമുക്കിപ്പം പിള്ളേരങ്ങോട്ട് ജനിക്കുന്നുണ്ടെ അവരെ ഡിസിപ്ലിൻ പഠിപ്പിച്ച് സൂട്ടും കോട്ടും ഇട്ടിട്ട് അവരെ ഇപ്പം ഓഫീസിൽ വിടണം, അല്ലെങ്കിൽ അവരെ വലിയൊരു ഉദ്യോഗസ്ഥരാക്കണം. അങ്ങനെയൊക്കെ ഒരു മോഡിലാണ് ജനിക്കുന്ന കുഞ്ഞിനെ തൊട്ട് നമ്മൾ ഡിസിപ്ലിൻ പഠിപ്പിക്കാൻ പോകുന്നത്. ഇന്ന് ഞാൻ കോട്ട് സൂട്ട് വിട്ട് ഇവരെ ഞാൻ ഓഫീസിൽ അയക്കുമെന്നുള്ള ഒരു ആവേശത്തിലാണ്, ഭയത്തിലും ഭീതിയിലുമാണ്. ഓഫീസിൽ പോയില്ലെങ്കിൽ, കോഡിങ് പഠിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ ഭയം കൂടെ നമ്മൾ വെറുതെ തലയിൽ വലിച്ചു വെക്കുകയാണ്. ഞാൻ ഇത്രയും ഇമോഷനെ കുറിച്ച് ഞാൻ ഇത്രയും പറഞ്ഞെങ്കിലും ഈ ഭയങ്ങളും ഈ ഭീതികളും നമ്മളെ വെറുതെ അലട്ടുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഭയങ്ങളല്ലേലും ജീവിതത്തിൽ ഭയമില്ലാതില്ല. പിശാച് നമ്മളെ ഭയ ഭയപ്പെടുത്തുന്നുണ്ട്. ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഫലിക്കുന്നുണ്ട്. ഈ മുമ്പ് പറഞ്ഞ എല്ലാം ഒരു കുട്ടികളെ ഇനിയും നമ്മൾ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വലുതായി നമ്മൾ ജീവിതത്തിനെ തരണം ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഈ പറയപ്പെട്ട ആദ്യം പറയപ്പെട്ട വിഷയങ്ങളെല്ലാം നമ്മളെ അലട്ടുന്നുണ്ട്. അന്നേരം അത് പറയുമ്പോഴാണ് മോശ ഇവിടെ വന്ന് നമുക്ക് ഇതിൽ നിന്ന് ഒന്ന് എങ്ങനെ വെളിയിൽ ഇറങ്ങാൻ പറ്റുന്നെന്നുള്ളത്, ഈ ഭയത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ നേരിടാൻ പറ്റുന്നു എന്നുള്ളത് മോശ ഇവിടെ ക്ലിയർലി പറഞ്ഞു തരുന്നുണ്ട്. മോശ ഭയപ്പെടേണ്ടാന്ന് മാത്രം പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ പറയത്തില്ലയോ വേറെ ഒരു ഭാവം കൂടെ നമുക്ക് വന്നു പോകുമെന്ന്. ഭയപ്പെടേണ്ടെന്ന് മാത്രമല്ല അവിടെ പറയുന്നേ, 3 വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യം പറയുന്നത് ബി സ്റ്റിൽ, നിശ്ചലനമായി ഇരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒത്തിരി മൂവ് ചെയ്യാതെ ഒത്തിരി പോസ് ചെയ്യുക എന്നുള്ള, ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് പോസ് ചെയ്യുക. പേടി വരുമ്പോ പേടിയുടെ ഒരു ഭാവത്തിന് ബ്രെയിൻ എന്തോ ചെയ്യുന്നു, ഓടിപ്പോകുന്ന പരിപാടിയല്ലേ. മനുഷ്യൻ കണ്ട് ഭയന്ന് ഓടിപ്പോകല. അതിന് പകരം മോശ പറയുവാണ് പോസ് ചെയ്യുക.
ബി സ്റ്റിൽ. ഇന്ന് കാലത്ത് നമ്മൾ ഒത്തിരി കുടുംബങ്ങളിൽ കാണുന്നുണ്ട്. കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഒരു വലിയൊരു പുലി പോലുള്ള ഒരു വലിയൊരു സിംഹം പോലുള്ള ഒരു പ്രശ്നം മുന്നേ വരുമ്പോ മിക്കവാറും പേര് ആ പ്രശ്നത്തിൽ നിന്ന് ദൂരെ ഓടിപ്പോകും. ദൂരെ അങ്ങ് നമ്മൾ ഇഗ്നോർ ചെയ്യും. അതില്ല, പ്രശ്നമില്ലെന്ന് നമ്മൾ ഇഗ്നോർ ചെയ്യും. അത് മിക്കവാറും പുരുഷന്മാർക്കാ ഉള്ളത്. അത് ഇല്ല, ഞാൻ അത് കണ്ടില്ല കേട്ടില്ല എന്നുള്ള ഒരു രീതിയിൽ അവരതിനെ ഇഗ്നോർ ചെയ്തു പോകുക. അത് സോൾവ് ചെയ്യാൻ, അതിനെ നേരിടുവാണെങ്കിൽ സോൾവ് ചെയ്യണ്ടേ? അന്നേരം എത്രയും നാൾ ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞങ്ങ് പോകുന്നോ അത്രയും നല്ലതെന്നുള്ള ആ ഒരു ഓടിപ്പോകുന്ന ഒരു ഇത്. അല്ല എങ്കിൽ ചില ആൾക്കാര് ഡിവോഴ്സ്, ഒരു പ്രശ്നം വന്നു, ഇതിൽ നേരിടാൻ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ജസ്റ്റ് ബ്രേക്ക് ഇറ്റ് ആൻഡ് ഗോ, ഫ്ലീ, ഗോ അവേ. ഈ വലിയൊരു പ്രശ്നത്തിൽ നിന്ന് നമ്മൾ പോവുക. സൂയിസൈഡ് വരെ ഒരാളിനെ എത്തിക്കുന്നെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പ്രശ്നം വരിക, ഒരു കുട്ടിക്ക് ഇതിനെ നേരിടാനുള്ള ഇനിയും പറ്റത്തില്ല, ഈ പ്രശ്നത്തിന്റെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ വയ്യ. പ്രശ്നത്തിന്റെ മുന്നിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എനർജി എടുക്കേണ്ട ഒരു കാര്യമാണ്. സ്റ്റില്ലായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ എനർജി വേണം. നമ്മൾക്കാരുടെയെല്ലാം വിശ്വാസം ഉണ്ടെങ്കിലേ നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ കൈയും കാലും ഇട്ട് അടിച്ചു പോകും ചില പ്രശ്നത്തിന്റെ മുന്നിൽ. അന്നേരം ആ കൈയും കാലും ഇട്ട് അടിക്കാതെയും നമ്മൾ ഈ വേണ്ടാത്ത ഫൈറ്റ് ചെയ്യാതെ ഇരിക്കാന് നമ്മൾ എന്ത് ചെയ്യണം? സ്ഥിരമായിട്ട് നിൽക്കണം. സ്ഥിരത വേണം. സ്ഥിരത എന്തിൽ വരും? നമുക്ക് ദൈവത്തിന്റെ വചനത്തിലും ദൈവത്തിന്റെ ശക്തിയിലും ദൈവത്തിന്റെ വചനത്തിന്റെ സത്യത്തിൽ നമ്മൾ സ്ഥിരതയോടെ നിൽക്കണമെന്നാണ് ദൈവം പറയുന്നത്. എഫേഷ്യൻസില് 6 നമ്മൾ വായിക്കുന്നുണ്ട്. എഫിഷ്യൻസിലാന്ന് തോന്നുന്നു, എഫിഷ്യൻസി 6 പൗലോസ് പറയുന്നുണ്ട് സ്റ്റാൻഡ് ഫേം എന്നുള്ളത്. ആരെങ്കിലും ഒരാൾ ആ ഒരു വാക്യം ഇടാമോ? 6 ദൈവത്തിന്റെ ആ ആയുധം, ആർമർ ഓഫ് ഗോഡ്, സ്റ്റാൻഡ് സ്റ്റിൽ എന്നുള്ളത്. ഇതിനകത്തിൽ 14. Therefore put on the full armor of God, so that when the day of evil comes, you may be able to stand your ground, and after you have done everything to stand. അവിടെ ഒരു സ്ഥിരതയോടെ നിൽക്കണമെങ്കിൽ ചുമ്മാതെ നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ ഒന്നീ തളർന്നു വിടും, അല്ലെങ്കിൽ നമ്മൾ ഓടിപ്പോകും. ഈ 2 കാര്യം ചെയ്യാതെ അവിടെ കേൾക്കുമ്പോൾ നിൽക്കുക, ഒന്നും ചെയ്യാതെ നിൽക്കുക എന്ന് പറയുവാണെങ്കിൽ നമ്മൾ പറയാം ഒന്നും ചെയ്യണ്ടേ, ഒന്നും ചെയ്യാതെ നിൽക്കണേ. ഈ ഒന്നും ചെയ്യാതെ അവിടെ നിൽക്കണമെന്നുള്ളതിന് ഭയങ്കര ശക്തി വേണം. ആ ഫുൾ ആർമർ ഓഫ് ഗോഡ് ധരിച്ചെങ്കിലേ അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ, ആ സ്ഥിരത വരത്തുള്ളൂ. അതാണ് പൗലോസ് എഴുതുന്നത്. അല്ലാതെ അവിടെ നിൽക്കാൻ പറ്റില്ല. ഒന്നിയില് പിശാചിനോട് ഫൈറ്റ് ചെയ്ത് നമ്മൾ അവിടെ പോകും, അല്ല എങ്കിൽ ഫൈറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ വേണ്ടാത്ത ഫൈറ്റിങ് ചെയ്തിട്ട് നമ്മൾ അവിടെ നശിച്ചു പോകും, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഓടിപ്പോകും, അല്ലെങ്കിൽ നമ്മൾ അവിടെ തളർന്നു വീഴും. ഈ ഫിയറിന്റെ 3-ൽ ഏതേലും ഒന്ന് നടക്കും. അവിടെയാണ് ദൈവം പറയുന്നത് സ്റ്റാൻഡ് സ്റ്റിൽ ആൻഡ് ട്രസ്റ്റ് ഗോഡ്. ദൈവത്തില് എനിക്കൊരാൾ ഉണ്ടെന്നറിയാതെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ ട്രസ്റ്റ് ചെയ്യാതെ ഞാൻ അവിടെ വീണു പോകും. കുഞ്ഞിപ്പം ഡെബോ ഒത്തിരി പേടിയായോണ്ട് ഡെബോയ്ക്ക് തനിച്ചെങ്ങ് നിൽക്കാൻ പറ്റത്തില്ല. അത് അത്രയേ ഉള്ളൂ ഇഷ്യൂ. അന്നേരം കുറച്ച് ദിവസം മുമ്പ് എനിക്ക് നല്ല ഉറക്കം വരുവാ. ഞാനും കുഞ്ഞും വീട്ടിൽ തന്നെ ഉള്ളൂ. ഞാനങ്ങ് ഉറങ്ങാൻ തുടങ്ങിയപ്പോൾ എന്നോട് ഡെബോ പറഞ്ഞു, അമ്മ ഉറങ്ങരുത്, ഡെബോ തന്നെ ആകത്തില്ല എന്ന് ചോദിച്ചു. അന്നേരം എനിക്കൊരു കഥ ഓർമ്മ വന്നു. അന്നേരം ഞാൻ കഥ പറയാൻ തുടങ്ങി ഡെബോയുടെ. ഞാൻ പറഞ്ഞു, ഇതുപോലെ യേശുപ്പ ബോട്ടെ പോകുമായിരുന്നു, യേശുപ്പ കിടന്നുറങ്ങി. അന്നേരം ഡിസൈപ്പിൾസ് എല്ലാം ഒരു വലിയ കാറ്റൊക്കെ അടിച്ചപ്പോഴത്തേനും ഡിസൈപ്പിൾസ് എല്ലാം വിളിക്കും, യേശുപ്പ ഉണര്, എനിക്ക് പേടിയാകുന്നു, ഞങ്ങൾ തന്നെ ഉള്ളൂ, ഞങ്ങളെ ആരും രക്ഷിക്കാനില്ല എന്ന് പറഞ്ഞപ്പോ യേശുപ്പ എന്താ പറഞ്ഞു? എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഒരു വഴക്ക് പറഞ്ഞു, ഞാനിവിടെ ഇല്ലേ? അതായിരുന്നു ചോദിച്ചത്. കാറ്റ് കാണുന്നുണ്ട്, നമ്മൾ കടൽ കാണുന്നുണ്ട്, പക്ഷെ ദൈവത്തിനെ കാണുന്നില്ല. ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ കാണുന്നുണ്ട്. സാന്നിധ്യം അവിടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം നമ്മളിലുണ്ടെങ്കിൽ
നമ്മള് തന്നെയാണെന്നുള്ളത്. ദൈവം എഴുന്നേറ്റിട്ട് പറഞ്ഞു ഞാനിവിടെ ഉണ്ടെന്നാ പറഞ്ഞേ. എന്ന് വെച്ചാൽ നീ തന്നെയല്ലെന്നുള്ളത്. പേടിക്കരുതെന്ന് പറയുമ്പോൾ ഞാനുണ്ടെന്നാ പറയുന്നത്. അന്നേരം ഈ കുട്ടികളില് പേടി എന്ന് പറയുമ്പോൾ അവർ തനിച്ചാണെന്നുള്ള മാത്രമാണ്. അതാണ് ഈ മനുഷ്യന്റെ ആദ്യത്തെ ആ പേടി. ഞാൻ തനിച്ചായല്ലോ, ഞാൻ തനിച്ചാണല്ലോ എന്നുള്ള ആ പേടി, ഭയം നമ്മളിൽ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ തന്നെ ആണെന്നുള്ള ആ ഒരു ആസ്പെക്ട് വന്നാലേ ഭയം നമ്മളിൽ അത് പ്രോസസ് ആകത്തുള്ളൂ. അതാണ് കുട്ടികളിൽ ഞാൻ തന്നെയാണെന്നുള്ള ഒരു എലിമെന്റ് വന്നാലേ പിന്നെ പേടി എന്ന് പറയുന്ന ഒരു എലിമെന്റ് അവരിൽ സ്ഥിരമാകത്തുള്ളൂ. പേടി എങ്ങനെയാണെന്നുള്ളത് വരണം, എത്തണം. ഓക്കെ, തനിച്ചാകും. അന്നേരം അവരെ ചെയ്യേണ്ടത് നീ തനിച്ചല്ല, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ തനിച്ചല്ല, ഞാൻ നിന്നോട് കൂടെയുണ്ട്, അങ്ങനെ പറയേണ്ടത്. അന്നേരം ഇവിടെ ദൈവം മോശ ഇസ്രായേൽ മക്കളോട് പറയുന്നത് നീ സ്ഥിരതയോടെ നിൽക്കാൻ. സ്റ്റിൽനെസ് ഇസ് ഹൗ വി എക്സ്പീരിയൻസ് ദൈവത്തിന്റെ ആ അതിമഹത്തായ ആ പ്രസൻസ് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടേതായ കുറെ ആക്ഷൻസ് ചെയ്യാതെ, ഞാൻ പറഞ്ഞില്ലയോ കുറച്ച് മരങ്ങൾ അവിടെ കിടക്കുവാണെങ്കിൽ ബോട്ട് ഉണ്ടാക്കാൻ പറയും, നീന്താൻ പറയും. നമ്മുടേതായ കുറെ ആക്ഷൻസ് ചെയ്യാതെ നമ്മൾ അവിടെ സ്ഥിരതയോടെ അവിടെ നിൽക്കണം, പോസ് ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ എത്ര ഫിയർ വന്നാലും, എത്ര കഷ്ടതകൾ, എത്ര ദുഃഖം വന്നാലും ഒരു നിമിഷത്തേന് നമ്മൾ സ്റ്റോപ്പായിട്ട് എൻ്റെ കൂടെ ദൈവമുണ്ട്, ഇനി എന്താണെന്ന് പറഞ്ഞാലും എൻ്റെ കൂടെ ദൈവമുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഭയത്തിന് നിൽക്കാനുള്ള അവകാശം ഇല്ലെന്നുള്ളത് കൽപ്പിച്ചുകൊണ്ട് ഞാൻ നിൽക്കൂ ഇവിടെ, ഞാൻ ദൈവത്തിന്റെ കൂടെ നിൽക്കുമെന്നുള്ള ആ അവകാശത്തിലും ആ ധൈര്യത്തിലുമാണ് നമ്മൾ നിൽക്കേണ്ടത്. അതാണ് മോശ ഇസ്രായേൽ മക്കളോട് പറയുന്നത്, നിൽക്കാനും. അത് കഴിഞ്ഞിട്ട് മോശ എന്തുവാണ് ഇസ്രായേൽ മക്കളോട് പറയുന്നത്? യു വിൽ സീ, ഒരു പ്രവചന രൂപത്തില് ഉള്ള ഒരു വാക്ക് പറയുന്നുണ്ട്. യു വിൽ സീ ദ ഡെലിവറൻസ് എന്ന് പറഞ്ഞാൽ, ചില ട്രാൻസ്ലേഷനകത്തിൽ എഴുതിയിരിക്കുന്ന ബി വാച്ച്ഫുൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ ജാഗ്രത പാലിച്ചുകൊണ്ട് നിൽക്കാനാണ്. ബി വാച്ച്ഫുൾ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് ഒരു സാഹചര്യം വരുക, ഒരു ദുഃഖം വരുക, ഒരു സങ്കടം വരുക, അല്ലെങ്കിൽ ടീനേജർ തൊട്ട് മേളിലോട്ടുള്ള വലിയ മുതിർന്നവർക്ക് എല്ലാവർക്കും ഈ കാര്യം എങ്ങനെയും ഒന്ന് പോയി കിട്ടിയാൽ മതി. ചില കുട്ടികളുണ്ട് ഉറങ്ങിക്കഴിയുമ്പോൾ ചിലപ്പം അതങ്ങ് ശരിയാകുമെന്നുള്ള, ഞാൻ കുഞ്ഞിലേ ചെയ്യാറുണ്ടായിരുന്നു. ഞാനങ്ങ് ഭയങ്കര വലിയ ഇഷ്യൂ എല്ലാം വരുവാണെങ്കിൽ ഞാൻ പോയി കിടന്നങ്ങ് ഉറങ്ങും. ഉറങ്ങിക്കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നു കഴിയുമ്പോൾ ഇതങ്ങ് പോയാലോ എന്നുള്ള ഒരു ഇതില്. അങ്ങനെ എന്ന് വെച്ചാൽ എസ്കേപ്പ് മോഡ്, എസ്കേപ്പ് ടെൻഡൻസി ഉണ്ട് നമുക്ക്. നമ്മള് എങ്ങനെയും ഈ കാര്യം എനിക്കിവിടെ നിൽക്കണ്ട, എനിക്ക് ഈ കാര്യങ്ങൾ കാണണ്ട. പക്ഷെ ദൈവം എന്തുവാണ് ആഗ്രഹിക്കുന്നത്? നമ്മൾ ആ ചെങ്കടലിന്റെ മുന്നിൽ നിൽക്കണം, നിന്നിട്ട് കണ്ണു തുറന്ന് ദൈവത്തിന്റെ വീര്യപ്രവർത്തികളെ കാണണം. ബി വാച്ച്ഫുൾ. അവിടെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന, നമ്മൾ ഫിയർ വരുമ്പോൾ ഫൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഫൈറ്റിംഗ് മോഡ്, വേണ്ടാത്ത ഫൈറ്റിംഗ് അല്ല. എന്നാൽ ഞാൻ അവിടെ ചെയ്യേണ്ടി എന്തുവാ? എൻ്റെ മുട്ടുമേൽ നിന്ന് കണ്ണുനീരുമായിട്ടുള്ള ആയുധം അത് വെച്ചാണ് ഞാൻ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. ദൈവത്തിന്റെ ആ വീര്യപ്രവൃത്തികൾ, ദൈവത്തിന്റെ ആ അദൃശ്യമായുള്ള കരം, ദൈവത്തിന്റെ ആ ഫിംഗർ പ്രിന്റ്സ്, കൈ വിരലുകൾ നമ്മുടെ ആവശ്യങ്ങളിൻ്റെ മണ്ടയ്ക്ക്, നമ്മുടെ ജീവിതത്തിന്റെ മണ്ടയ്ക്ക് ദൈവത്തിന്റെ ഫിംഗർ പ്രിന്റ്സിനെ കാണണം. നമ്മൾ ചെയ്തെന്ന് ജസ്റ്റ് പറയുവല്ല, മറ്റുള്ളവരുടെ സാക്ഷ്യം മാത്രം കേൾക്കുവല്ല, എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവർത്തികളുടെ മണ്ടയ്ക്ക്, എൻ്റെ ആ ആവശ്യം, ഞാൻ ഇന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിന്റെ മണ്ടയ്ക്ക് ഇന്ന് ആരെങ്കിലും ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ദൈവത്തിന്റെ ഫിംഗർ പ്രിന്റ്സ് ഉണ്ടെന്നുള്ള ആ ഒരു മെയിൻ, എന്തുവാ അതിന് പറയുന്നത്, ആ ഒരു ധൈര്യം, ആ ഒരു അവകാശം, ഈ പ്രവൃത്തി, ഇന്ന് എൻ്റെ കുഞ്ഞ് എൻ്റെ കയ്യിലുണ്ട്, ഇന്ന് എനിക്കൊരു സ്പൗസ് ഉണ്ട്, ഇന്ന് എനിക്കൊരു കുടുംബമുണ്ട്, ഇന്ന് എനിക്കൊരു ജോലിയുണ്ട്, ഇന്ന് എനിക്കൊരു വർക്കുണ്ട്, അതിൻ്റെ മേൽ ഞാൻ ദൈവത്തിന്റെ ഫിംഗർ പ്രിന്റ്സ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അത് നമ്മൾ കണ്ണ് തുറന്നത് വിറ്റ്നസ് ചെയ്യണം. അത് വിറ്റ്നസ് ചെയ്തിട്ട് സൈക്കോളജിക്കകത്ത് ആൾക്കാർ പറയാറുണ്ട് എഴുതി വെക്കണമെന്ന്, ഗ്രാറ്റിറ്റ്യൂഡ്. ആൻഡ് ഐ വുഡ് സേ നമ്മൾ എഴുതി വെക്കണം. എഴുതി വെക്കണം. ഈ ദിവസം
ദൈവത്തിന്റെ പ്രവൃത്തി. ഇന്നൊരു മോക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞു, സുമി പരീക്ഷ എഴുതിയെന്ന് പറഞ്ഞു. ആ എഴുതാൻ പറ്റിയത് ഇത് നമ്മൾ എഴുതി വെക്കണം. ഈ ദിവസം ഈ നിമിഷം ഞാൻ ഇത് ചെയ്തു. നമ്മൾ മോർദേക്കായിയെ കുറിച്ചും എസ്തറിനെ കുറിച്ചും ഒരു സ്റ്റോറി വായിക്കുമ്പോൾ നമ്മൾ എസ്തറിനെ കുറിച്ച് എല്ലാം നമ്മൾ വായിക്കും. പക്ഷെ അവിടുത്തെ രാജാവ്, ഒരു ദിവസം രാജാവിന് ഉറക്കം വന്നില്ല. അവിടെ നടന്ന ഒരു വലിയ വീര്യപ്രവൃത്തി എന്ന് പറഞ്ഞാല് രാജാവിന് ഒരു ദിവസം ഉറക്കം വന്നില്ല. ആ രാജാവ് എന്തുവാ എടുത്തെ? ക്രോണിക്കൽസ് എടുത്ത് വായിക്കാൻ തുടങ്ങി. അത് പണ്ട് സമയങ്ങളില് രാജാക്കന്മാര് ക്രോണിക്കൽസ് എഴുതുമായിരുന്നല്ലോ. നമ്മുടെ ഇപ്പം ക്രോണിക്കൽസ് ബുക്ക് ബൈബിളിനകത്തിൽ വന്നതും അങ്ങനെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നടന്ന കാര്യങ്ങളിൽ ഡേറ്റ് സഹിതം അല്ലെങ്കിൽ സമയസഹിതം ഒരാൾ നമ്മളോട് ഒരു ഗുണം ചെയ്തെങ്കിലും, ഒരാൾ നമ്മളോട് എന്തുവേലും ഒരു സഹായം ചെയ്തത് അല്ല ദോഷം ചെയ്തത്, ഇതെല്ലാം എഴുതി കുറിച്ചിടും. ഇനി ഗുണം ചെയ്തവർക്കെല്ലാം നമ്മൾ അവർക്ക് റിസൾട്ട് റിവാർഡ് കൊടുക്കണമെന്നുണ്ട് രാജാക്കൾക്ക്. അത് കൊടുത്തില്ലെങ്കിൽ രാജാവ് രാജാവല്ല. അങ്ങനാണെങ്കിൽ അതൊരു ചിട്ടയാണെങ്കിൽ, അതൊരു ക്രമമായിരുന്നെങ്കിൽ, ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത ഒരു ക്രമമാണെങ്കിൽ നമ്മളും നമ്മുടെ ജീവിതത്തിൽ അത് നമ്മളെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ക്രമമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമമാണ്. നമ്മൾ ഇതെല്ലാം എഴുതി ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഏതേലും ഒരു രാത്രിയിൽ എൻ്റെ പപ്പ ഇങ്ങനെ വിഷയങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുപോലെ എനിക്കും ഇങ്ങനെ ഹാബിറ്റായി. അത് എഴുതി വെച്ച് കഴിയുമ്പോൾ എനിക്ക് ടിക്കിടുന്ന വലിയ ഇഷ്ടമാണ്. അത് ഞാൻ ഈ ടു ഡു ലിസ്റ്റും എന്നും രാവിലെ എഴുന്നേറ്റിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് എഴുതിയിട്ട് പിന്നെ വൈകിട്ട് ടിക്കിടുന്ന ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള ഒരു ആസ്പെക്റ്റിൽ തന്നെ ഞാൻ ഇത് ചെയ്യും. പക്ഷെ ചില രാത്രികളിൽ കുഞ്ഞ് ഞങ്ങൾക്കില്ലാതിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ തളർന്നു കിടന്ന സമയത്ത്, ഞാൻ ആ ബുക്കുകൾ എടുത്തിട്ട് വായിച്ചു നോക്കുമ്പോൾ ഒത്തിരി ടിക്കുകൾ കാണാം. ഈ ടിക്കുകൾ എന്തുവായിരുന്നു? ദൈവത്തിന്റെ ആ വീരപ്രവൃത്തിയുടെ കുറച്ച് കുഞ്ഞു 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 ജീവിതത്തിലെ മിറക്കിൾസ് ആയിരുന്നു. ഇത് കാണുമ്പോൾ ആ ഭയം എവിടെയോ പറന്നു പോകുന്ന, എൻ്റെ അടുക്കൽ ആരെങ്കിലും ഉണ്ടെന്നുള്ള ആ ഒരു ധൈര്യം, ആ ഒരു സമാധാനം എവിടുന്നെയോ നമ്മുടെ ജീവിതത്തിലോട്ട് വരും. ഞാനിത് വായിക്കുക, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ചെയ്ത പ്രവൃത്തി വേറൊരാൾ പറഞ്ഞു തരുമല്ല, ഞാൻ വായിക്കുക. ഓരോന്നോരോന്ന് വായിക്കുമ്പോൾ ഞാൻ ദൈവത്തിന്റെ ആ ഫുട് പ്രിന്റ്സ്, ഞാൻ നടക്കാൻ വയ്യാത്തടത്ത് ദൈവം എന്നെ ചുമൽ കയറ്റി ദൈവത്തിന്റെ ആ കാൽപാദങ്ങൾ ഞാൻ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭയം എൻ്റെ മുന്നിൽ നിൽക്കാൻ പറ്റില്ല. എനിക്കില്ലെന്നുള്ളതും എനിക്ക് കിട്ടത്തില്ലെന്നുള്ളതും എനിക്ക് ലഭിക്കത്തില്ലെന്നുള്ള എന്നെ അലട്ടുന്ന ഒരു ഭയവും എൻ്റെ മുന്നിൽ എൻ്റെ ദൈവം എന്നെ വഹിച്ചോണ്ട് നടക്കുന്നോണ്ട് എൻ്റെ മുന്നിൽ അത് നിൽക്കാൻ പറ്റില്ല. ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ്, ഞാൻ ദൈവത്തിന്റെ കൃപയിലാകണമെങ്കിൽ എൻ്റെ മുന്നിൽ ആ ഭയം നിൽക്കാൻ പറ്റില്ലെന്നുള്ള ആ അവകാശത്തിൽ വേണം നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, എനിക്കറിയില്ല ഞാൻ എന്തിനായി വചനം എടുത്തിരിക്കുന്നെന്ന്. നമ്മൾ ഒത്തിരി പേര് ചില സങ്കടത്തിൽ നിന്ന് ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളായിരിക്കാം. നമ്മളിൽ ചില ആൾക്കാര് സങ്കടത്തിന്റെ ഇടയ്ക്ക് മധ്യഭാഗത്ത് എവിടോട്ട് തിരിഞ്ഞു നോക്കണമെന്നുള്ള ആ വിദ്വേഷത്തിൽ, ആ സങ്കടത്തിലും ആ പേടിയിലും നിൽക്കുന്നുണ്ടായിരിക്കാം. കണ്ണു തുറന്നു നോക്കാൻ പറ്റാത്ത ആ ഭയത്തിൽ നിൽക്കുന്നുണ്ടായിരിക്കാം. നമ്മളിൽ ഒത്തിരി പേര് ദൈവം എന്നെ കൊണ്ട് ഇത് പറയിക്കുന്നെങ്കിലും നമ്മളിൽ ചില ആൾക്കാര് ഒരു വലിയ ഒരു സങ്കടത്തിലോട്ട് ചിലപ്പം പ്രവേശിക്കാൻ പോകുന്നവരുമായിരിക്കും, എന്നെ ഉൾപ്പെടെ. നമുക്കെല്ലാവർക്കും മുറുകെ പിടിക്കാൻ എന്തുവാണ്? എന്നെ ഇന്നത്തോളം എൻ്റെ കഴിവാൽ എനിക്ക് ഈ രണ്ട് കാല് വെച്ച് നടക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. എനിക്ക് എൻ്റെ കോൺഫിഡൻസ് ഉണ്ട്, പറ്റത്തില്ലെന്നുള്ള. അന്നേരം ഏത് സമയത്തും തളർന്നു വീടാമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഈ എന്നെ നടത്തുന്നത് ദൈവത്തിന്റെ കരത്തിൽ തന്നെയാണ്. ഞാൻ എത്ര കുറ്റങ്ങൾ ചെയ്താലും എൻ്റെ മഹത്വം കൊണ്ടോ എൻ്റെ ഒരു കഴിവ് കൊണ്ടുള്ള അല്ലെന്നുള്ളതും നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്. അന്നേരം ഞാൻ എന്ത് ചെയ്ത് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്കൊരു ക്ലൂ ഇല്ല. നമ്മൾ എന്ത് ചെയ്ത് നമ്മളെ ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ പറ്റും? ഇല്ല. അങ്ങനെ സന്തോഷിക്കുക. എൻ്റെ ഉള്ളതിൽ ഞാൻ ഉള്ളതിൽ സന്തോഷിക്കുന്നതാണ് എൻ്റെ ദൈവം. എൻ്റെ വ്യക്തിത്വത്തിൽ സന്തോഷിക്കുന്നതാണ് ദൈവം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ആദിയിൽ എല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞ് മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ദൈവം എന്തോ പറഞ്ഞെന്നറിയോ? വെരി ഗുഡ്. അന്ന് വരെ മനുഷ്യൻ ഒന്നും ചെയ്തില്ല. എന്തുവേലും ചെയ്തെന്ന് ഉൽപ്പത്തിയിൽ എഴുതിയിട്ടുണ്ടോ? മനുഷ്യൻ ഇത് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മനുഷ്യന്റെ ആ പ്രസൻസിൽ ദൈവം സന്തോഷിക്കുന്നവനാണ്. മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുന്നു. ഈ ആള്, ഈ കുട്ടി, ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ ആൺകുട്ടി എന്റേതാണെന്ന് പറയുന്ന, എന്റേതെന്നുള്ളതിൽ ദൈവം സന്തോഷിക്കുന്നവനാണ്. യേശു
ഭൂമിയിൽ വന്നിട്ട് യേശുവിന്റെ ഒരു വലിയൊരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. യഹൂദർക്ക് ശുശ്രൂഷ ചെയ്യും. യഹൂദ ഗോത്രത്തിനകത്തില് ആൺകുട്ടികൾക്കൊരു വലിയൊരു നിയമമുണ്ട്, അവരുടെ ഒരു ചടങ്ങുണ്ട്. അതെന്ന് പറയുന്ന ബത് മിസ്ബ എന്ന് പറയുന്ന ഒരു ചടങ്ങാണ്. ആ ചടങ്ങിൽ എന്തുവാണ്, 13 വയസ്സ് വരെ അവര് അവര് ചെയ്യുന്ന കുറ്റങ്ങളും കുറവുകളെല്ലാം അവരുടെ മാതാപിതാക്കളുടെ പിതാവിന്റെ മണ്ടയ്ക്കാ പോകുന്നത്. അതിന്റെ പനിഷ്മെന്റ് എല്ലാം പിതാവിനാ കിട്ടുന്നത്. 12 വയസ്സ് അല്ലെങ്കിൽ 13 വയസ്സാകുമ്പോൾ ബത് മിസ്ബ എന്ന് പറയുന്ന ഒരു റിച്വൽ അവർ ചെയ്യും. ബയോളജിക്കലായിട്ടുള്ള ഫാദർ, ഈ ഭൂമിയിലുള്ള ഫാദർ അത് എഴുതി കൊടുക്കുകയും ഒരു വലിയൊരു ചടങ്ങാണ് അത്. അതിനകത്തിൽ അന്ന് തൊട്ട് ഇനിയും തൊട്ട് ഈ കുഞ്ഞ് ചെയ്യുന്നതെല്ലാം പിതാവിന്റെ മേലെയല്ല വരുന്നത്, ഈ കുഞ്ഞ് തന്നെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. പാപമാണേലും ഇതാണേലും അത് യേശുവിന് ചെയ്യാൻ പറ്റിയിട്ടില്ല. യേശുവിന് അത് ചെയ്തെന്നുള്ളത് ബൈബിളിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. എന്താന്ന് പറഞ്ഞാൽ യേശുവിന്റെ ബയോളജിക്കൽ ഫാദറിനെ കുറിച്ച് ബൈബിളിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഭൂമിയിൽ നടന്ന ഏറ്റവും വലിയ ഒരു പ്രവൃത്തിയിൽ, യേശുവിന്റെ ജീവിതത്തിൽ നടന്ന അടുത്ത ഏറ്റവും വലിയ പ്രവൃത്തിയായിരുന്നു ബാപ്റ്റിസം. ബാപ്റ്റിസം നടക്കുന്ന ആ സമയത്ത് യേശു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ടില്ല. അതിനു മുമ്പ് ഒരു അത്ഭുതങ്ങളും അത് ചെയ്തിട്ടുണ്ടെന്ന് അത് കാണിക്കുന്നില്ല. അതിനു മുമ്പ് യോഹന്നാനാൽ ബാപ്റ്റിസം എടുത്ത് യേശു വെള്ളത്തിൽ നിന്ന് മേളി വരുമ്പോൾ ദൈവം എന്തു പറയുന്നു? ഹി ഈസ് മൈ ബിലവഡ് സൺ ആൻഡ് ഐ ആം പ്ലീസ്ഡ് വിത്ത് ഹിം. ദൈവം എല്ലാം ചെയ്യുന്ന, അവൻ ഉള്ളതിനാൽ ഞാൻ പ്ലീസ്ഡ് ആണ്. അതാണ് നമ്മുടെ പിതാവ്. നമ്മൾ ഉള്ളതിനാൽ ദൈവം സ്വർഗസ്ഥനായ ദൈവം നമ്മളിൽ പ്ലീസ്ഡ് ആണ്. ഇനി മൂന്നാമതായിട്ട് എന്തുവാ പറയുന്നത്? മൂന്നാമതായിട്ട് മോശ അവിടെ പറയുന്നത്, ഈജിപ്ഷ്യൻ യു സീ ടുഡേ യു വിൽ നെവർ സീ അഗെയിൻ, ദ ലോർഡ് വിൽ ഫൈറ്റ് ഫോർ യു ആൻഡ് യു നീഡ് ടു ബി സ്റ്റിൽ. ഇനി നിങ്ങള് സ്റ്റില്ലായിട്ട് ഇരിക്കണമെന്ന്, നിങ്ങൾ നിശ്ചലനമായിട്ട്. നിങ്ങൾ ഇനി ആദ്യമേ പറഞ്ഞത് ബി സ്റ്റിൽ എന്നാണ് ഈ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്ന ഇതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ ബി ക്വയറ്റ് എന്നാണ് മിക്കവാറുമുള്ള. സ്റ്റാൻഡ് സ്റ്റിൽ എന്നുണ്ട്, പിന്നെ ഇതിനകത്തിന്റെ ട്രാൻസ്ലേഷൻ ആണ് ബി ക്വയറ്റ്. നിങ്ങൾ ശബ്ദം വെക്കാതെ, ബിഹോൾഡ് യുവർ പീസ് എന്നുണ്ട്. ബിഹോൾഡ് യുവർ പീസിനകത്തിലും ബി ക്വയറ്റ് എന്ന് തന്നെയാണ്. നിങ്ങൾ സംസാരിക്കാതെ, ശബ്ദം ഉണ്ടാക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കാന്. ഒത്തിരി ആൾക്കാർക്ക് വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, കൂടുതലും സ്ത്രീകൾക്കാണ് ഇതിലുള്ളത്, സംസാരിച്ച് 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 പ്രശ്നം ഉണ്ടാകുന്നിടം വരെ, ആ പ്രശ്നത്തിനെ അങ്ങ് വലിച്ചു നീട്ടുന്നിടം വരെ നമ്മൾ സംസാരിച്ച് സംസാരിച്ച് ഒരു വഴക്കിലെത്തുന്ന ഒരു കുഴപ്പം. അല്ല എങ്കിൽ നമ്മൾ അത് പ്രശ്നത്തിന്റെ മുമ്പിലായിരിക്കാം. അല്ലെങ്കിൽ നമ്മളോട് ദൈവം വെയിറ്റ് ചെയ്യാൻ പറയുന്ന ആ സമയത്ത് നമ്മൾ പെറുപെറുത്ത് അയ്യോ പറ്റുമോ, അയ്യോ ചെയ്യാൻ പറ്റുമോ, എനിക്ക് വയ്യ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എന്നോടിങ്ങനെ ചെയ്തല്ലോ, എന്നോടിങ്ങനെ ഭവിച്ചല്ലോ എന്നൊക്കെയുള്ള, നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല. മിണ്ടാതിരുന്ന് ദൈവമെന്നറിയാനുള്ള ആ ഒരു സൈലൻസ്, ഒരു ഹോളി സൈലൻസ്, അതൊന്നും ചെയ്യാഴ്മയല്ല. ബി സ്റ്റിൽ ആൻഡ് നോ ഐ ആം ഗോഡ്. സ്റ്റില്ലായിട്ടിരുന്ന് അറിയുക ഞാനാണ് ദൈവം എന്നുള്ളത് ദൈവം പറഞ്ഞ പോലെ നമുക്കത് പറ്റുന്നില്ല. നമ്മൾ അതിനെ അത് പറഞ്ഞു കൊളമാക്കാം. അവിടെ അത്രയും ലക്ഷക്കണക്കിന് പേരിരുന്ന് ഓരോ കാര്യങ്ങൾ, ഓരോ വിഷയങ്ങൾ പറയുമ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി അവർ കാണാൻ പോകുന്നില്ല, അവർ കാണത്തില്ല. അന്നേരം അവിടെ എന്തുവാ പറയുന്നത്? നിങ്ങള് മിണ്ടാതിരിക്കുക എന്ന് പറയുന്നുണ്ട്. അതെന്തിനാന്ന് പറയുന്നത്? ദൈവത്തിൽ വിശ്വസിച്ച്, ഈ സൈലൻസ് എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, മിണ്ടാതിരുമ്മ, സൈലൻസ് എന്ന് പറയുന്ന അത് സെയിം വേർഡ് ആണ് ഹീബ്രുവില്. ഓ അല്ലെങ്കിൽ ട്രസ്റ്റ് അല്ലെങ്കിൽ റെസ്റ്റ്, ഈ രണ്ടും, ഈ മൂന്ന് കാര്യത്തിലും എന്ന് പറഞ്ഞാൽ, ഓ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു വലിയൊരു സർപ്രൈസ്, ദൈവത്തെ കാണുമ്പോൾ കാണുന്ന ഒരു സർപ്രൈസ്. അല്ല എങ്കിൽ ട്രസ്റ്റ്, ദൈവത്തിലുള്ള ഒരു വിശ്വാസം. മൂന്നാമത് ദൈവത്തിലുള്ള ഒരു ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തിലുള്ള ഒരു റെസ്റ്റ്. അതിനെന്തോ പറയുന്നത്, റെസ്റ്റ് എന്ന് പറയുമ്പോൾ മലയാളം എനിക്ക് വരുന്നില്ല. സമാധാനം, റെസ്റ്റിംഗ് മോഡ്. അത് വിശ്രമം, ദൈവത്തിലുള്ള ആ വിശ്രമത്തിനെ ഹീബ്രുവില് ഈ എല്ലാ കാര്യത്തിലും സൈലൻസിന് യൂസ് ചെയ്ത വേർഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
ഇവിടെ സൈലൻസിന് യൂസ് ചെയ്ത വേർഡ് തന്നെയാണ്. അതുകൊണ്ടാണ് ചില ട്രാൻസ്ലേഷനകത്ത് ബിഹോൾഡ് യുവർ പീസ് എന്ന് ഈ കാര്യത്തിന് എഴുതിയിരിക്കുന്നത്. അന്നേരം മിണ്ടാതിരിക്കുക എന്ന് പറയുന്ന ഈ സൈലൻസിന് യൂസ് ചെയ്ത അതേ ഹീബ്രു വേർഡ്സ്, അതേ വേർബ്സ് ആണ് നമ്മൾ ബൈബിളിനകത്തിൽ അതിശയം, ദൈവത്തെ കാണുമ്പോഴുള്ള അതിശയം, അല്ലെങ്കിൽ ദൈവത്തിനോടുള്ള ആ ട്രസ്റ്റ്, വിശ്വാസം, അല്ലെങ്കിൽ ദൈവത്തിലുള്ള ആ വിശ്രമത്തിനെ കുറിച്ച് കാണിക്കാൻ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആ മഹത്വത്തിനെ, ദൈവത്തിന്റെ ആ മഹാക്രിയെ, ദൈവത്തിന്റെ ആ സ്നേഹത്തെ, ദൈവത്തിന്റെ ആ ഗ്ലോറിയെ, ദൈവത്തിന്റെ ആ അദൃശ്യമായ ആ കരം ഈ കഷ്ടതയുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു അതിശയം, നമുക്കൊരു അത്ഭുതം, നമുക്ക് അവനോടുള്ള വിശ്വാസം കൂടണം. നമ്മൾ അവനിൽ റെസ്റ്റ് ചെയ്യാവുന്ന ഒരു നല്ല ഒരു എറ്റേണൽ റെസ്റ്റ്, ആ വിശ്രമം, ദൈവത്തിൽ എനിക്ക് വിശ്രമം, ദൈവത്തിൽ എനിക്ക് സമാധാനം കിട്ടിയ എന്നുള്ള ഒരു കോൺഫർമേഷൻ അത് കൊടുക്കുന്നത് നമ്മുടെ ആ ഹോളി സൈലൻസിലാണ്. അത് എഗ്രി ചെയ്യുവാണ്, ആ ദൈവമേ, ഞാൻ ഇതുവരെ ഈ ഈ ഈ പ്രശ്നത്തിൽ, ഈ സങ്കടത്തിൽ, ഈ വിഷമത്തിൽ, ഈ തീരാവ്യാധിയിൽ, ഈ രോഗത്തിന്റെ മധ്യയിൽ ഞാൻ നിൽക്കുന്നു. എന്നാൽ ഞാൻ നിന്നെ കാണുന്നു. ഇതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടാലും പെട്ടില്ലേലും, ഇവിടെ ഒന്ന് നടന്നാലും നടന്നില്ലേലും, നിന്റെ കരം ഞാൻ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. നീ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഇത് മതി. ഇതാണ് നിന്നിൽ എനിക്ക് ഉള്ള വിശ്രമം. അത് നമ്മൾ പറയണം. നമുക്ക് ദൈവത്തിൽ ഒരു വിശ്രമം വേണം. ദൈവത്തിൽ ഒരു ആശ്രയവും വിശ്രമവും സമാധാനവും വേണം. നമ്മുടെ ഈ പേടിയിൽ ഉപരിയായിട്ടാണ് അത് വേണ്ടിയത്. കുഞ്ഞുണ്ടാകാതെ ഞങ്ങൾക്ക് ഇരുന്ന ആ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ വിളിച്ച് ഒരു പ്രാവശ്യം ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ പ്രാവശ്യം ഇന്ത്യയിൽ വരുമ്പോൾ 2022 നടന്നത്, സോറി 2022 എനിക്ക് കുഞ്ഞുണ്ടാകുന്നത്. ഈ പ്രാവശ്യം ഇന്ത്യ വരുമ്പോൾ ഞാൻ നിന്നെ ഒരു അമ്പലത്തിൽ കൊണ്ടുപോകും. അവിടെ നിന്റെ തല ഇങ്ങനെ തൊട്ടാ മതി. എന്നിട്ട് നീ വേറെ ഒരു ദൈവത്തെയും വിളിക്കണ്ട. അവർക്കറിയാം ഞാൻ ക്രിസ്ത്യനാ, ഇങ്ങനെയൊക്കെ പഠിക്കുന്നതാണ്. അന്നേരം പറഞ്ഞു, നീ വേറൊരു ദൈവത്തെ, നീ ജീസസ് ജീസസ് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അവിടെ പോയി പ്രാർത്ഥിച്ച് അതിന്റെ നെക്സ്റ്റ് മന്ത് അവക്ക് കുഞ്ഞുണ്ട്. അവക്കും കുഞ്ഞൊരു 5 ഇയേഴ്സ് കഴിഞ്ഞപ്പോഴാണ് ഉണ്ടായത്. അവക്ക് കുഞ്ഞുണ്ടായെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് പരിശുദ്ധാത്മാവിൽ കൂടെ എനിക്ക് ഒന്ന് പറയാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ, എനിക്ക് കുഞ്ഞിനെ വേണ്ടാന്ന്. എനിക്ക് ഇങ്ങനെയാ കിട്ടാൻ പോകുന്നെങ്കിൽ എനിക്ക് കുഞ്ഞിനെ വേണ്ട. അതാണ് ദൈവത്തിന്റെ നിയോഗം. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഈ ഭൂമിയിൽ എൻ്റെ ശരീരമായിട്ട്. എന്നെ വിട്ടല്ലോ, എന്നെ വിട്ടു, എന്നെ ഇത്രയും നാളും കൊണ്ടു നടന്നു. ഞാൻ എന്തിനു വേവലാതിപ്പെടുന്നു? ഇനിയിപ്പം ഈ ഈ രംഗത്തിലാണ് എനിക്ക് കുഞ്ഞിനെ കിട്ടാൻ പോകുന്നത്. ആ കുഞ്ഞിനെ എനിക്ക് വേണ്ട. ആ കുഞ്ഞിനെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആ വർഷത്തിന്റെ നെക്സ്റ്റ് ഇയറിൽ 13th മെയിൽ എനിക്ക് കുഞ്ഞിനെ ദൈവം കരുത്തി തന്നു. എന്നെ കൊണ്ട് അത് പറയിപ്പിക്കണമായിരുന്നു. ഏതേലും ഒരാളോടേലും അത് പറയിപ്പിക്കണമായിരുന്നു. ദൈവത്തെ അറിയാത്ത ആളിനോട് എനിക്ക് പറയിപ്പിക്കാമായിരുന്നു. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം അങ്ങ് രീതിയിലാണ് എനിക്കൊരു കാര്യം ലഭിക്കാൻ പോകുന്നെങ്കിൽ അത് വേണ്ട. ഞാൻ പെറുപെറുക്കുന്നില്ലെന്ന് എൻ്റെ കൂട്ടുകാരി, ദൈവത്തെ അറിയാൻ വയ്യാത്ത ഒരാളെ കാണിക്കണമായിരുന്നു. ഞാൻ അവശതയാകുന്നില്ല, ഞാൻ തകർന്നു പോകുന്നില്ല, എൻ്റെ ജീവിതം നശിച്ചു പോയില്ല, എൻ്റെ ദൈവത്തിൽ, എൻ്റെ യേശുവിൽ ഞാൻ സ്ഥിരതയോട് നിൽക്കുവാണെന്നുള്ളത് എന്നെ കാണിക്കുന്നതിനേക്കാളും കൂടുതൽ ദൈവത്തെ അറിയാൻ വയ്യാത്ത ഒരാളെ ദൈവത്തിന് എന്നിൽ ത്രൂ കാണിക്കണമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഇന്ന് നമ്മളിൽ കൂടെ, നമ്മുടെ അവസ്ഥയിൽ കൂടെ, മേ ബി നമ്മളെ ഭയപ്പെടുത്തുന്ന അവസ്ഥയിൽ കൂടെ ആയിരിക്കാം, ആ അവസ്ഥയിൽ കൂടെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ദൈവത്തെ അറിയാത്ത ഒരാൾ നോക്കുമ്പോൾ നമ്മൾ ഈ ഭയഭീതിയുടെ മധ്യത്തിൽ നമ്മൾ സ്ഥിരതയോട് നിൽക്കുന്നതും, ദൈവത്തിന്റെ പ്രവൃത്തിയെ കണ്ട് സന്തോഷിക്കുന്നതും, അത് നമ്മൾ കുറിക്കുന്നതും, ആ ദൈവത്തെ ആശ്രയിക്കാത്ത ആൾക്കാർ നമ്മളെ കണ്ട് അറിയണം. അവര് നമുക്കൊരു മിറക്കിള് വരുമ്പോഴത്തേന് ഭയങ്കര കോമ്പറ്റീഷനാണ് ഇന്നത്തെ കാലത്ത്. മിറക്കിള് അവര് പറയും ഞങ്ങൾക്കും ഉണ്ടെന്ന് പറയും, ഞങ്ങൾക്കും മിറക്കിൾ ഉണ്ടെന്ന് പറയും. എന്നാൽ അതല്ല, നമ്മൾ ആ ഇസ്രായേൽ മക്കൾ അവിടെ നിൽക്കുന്നത് മിസ്രൈമിലെ ഫറവോനെ കൊണ്ട് കാണിച്ചു. ആദ്യം അവരുടെ ഭയം കാണിച്ചു. ഫറവോൻ വരെയും പേടിച്ചു പോകും. ഫറവോൻ സന്തോഷിച്ചു, ഇവർ ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന്. അത് കാണിക്കണം. അതിനാണ് ഇത്രയും വലിയൊരു ട്രാപ്പ്. അല്ലെങ്കിൽ എവിടെയും അവരെ കാണായിരുന്നു.
ഫറവോൻ ഭയങ്കര സ്പീഡിൽ വരുക, ഏത് ഭാഗത്തേലും അവരെ പിടിക്കായിരുന്നു. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറിപ്പാഞ്ഞു പോകായിരുന്നു. ഈ മിസ്രൈമിന്റെ ഈ ചെങ്കടലിന്റെ മുന്നിൽ നമ്മൾ നിൽക്കുന്നത് ഈ ഫറവോനും സൈന്യവും കാണണം. അവിടെ നിന്ന് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിന്റെ വലിയ കരത്തിൽ ആശ്രയിക്കുന്നത്, ദൈവത്തിന്റെ ആ അത്ഭുതമായ ആ ആ കരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് ഫറവോനും മിസ്രൈമും കാണണം, മിസ്രൈമിന്റെ സൈന്യവും കാണണം. അതിനാണ് ചില മേ ബി നമ്മൾ ഈ ചെങ്കടലിൽ ഇന്ന് വന്ന് നിൽക്കുന്നത്, ചില ദുഃഖങ്ങളിൽ നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത്. അതിൽ നിന്നൊരു വിടുതൽ ഉണ്ട്. അത് ദൈവം, അതാണ് പ്രവചനാത്മാവിൽ മോസസ് പറഞ്ഞിരിക്കുന്നത്, സ്റ്റാൻഡ് ഫിം ആൻഡ് യു വിൽ സീ ദ ഡെലിവറൻസ്. ഡെലിവറൻസ് നടക്കുന്നതിന് മുമ്പാണ് മോശ ഇത് പറയുന്നത്, നീ നിന്റെ കണ്ണുകൊണ്ട് നിന്റെ ഡെലിവറൻസിനെ കാണുമെന്നുള്ളത്. നമ്മൾ പിന്നെ വായിച്ച് നമുക്ക് മനസ്സിലാകുന്നു, ഓ അവര് രക്ഷപ്പെട്ടായിരുന്നെന്ന്. പക്ഷെ മോശ അത് നടക്കുന്നതിന് മുമ്പ് അവരോട് പറയുക, നീ കാണുമെന്ന്, നിങ്ങൾക്ക് നടക്കുന്ന ഡെലിവറൻസിന്. എന്താന്ന് പറഞ്ഞാൽ മോശയെ ദൈവത്തിനെ കണ്ടു കഴിഞ്ഞു. ഇനിയും മോശയ്ക്ക് സംശയമില്ല. മോശ ചെങ്കടലിനെ അല്ല കാണുന്നേ, മോശ ദൈവത്തെയാ കാണുന്നേ. അതുപോലെ നമ്മൾ നമ്മുടെ രോഗത്തിനെയോ പാപത്തിനെയോ ദുഃഖത്തിനെയോ ഈ ചെങ്കടലിനെ അല്ല നമ്മൾ കാണുന്നത്. നമ്മൾ കാണുന്നത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ ദൈവത്തിനെയാണ്, ഈ ഭൂലോകത്തെ സൃഷ്ടിച്ച ഈ ദൈവത്തിനെയാണ്. ഈ വാക്കിനാൽ എനിക്ക് തോന്നുന്നു ഞാൻ സമയം കൂടുതൽ എടുത്തെന്നുള്ളത്. ഈ വാക്കിനാൽ നമ്മളെ എല്ലാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സമയം തന്ന സൂസൻ ആന്റിക്കും എല്ലാ ആന്റിമാർക്കും, കേട്ടോണ്ടിരുന്ന എല്ലാ ആന്റിമാർക്കും എൻ്റെ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്.